അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂൽ ഇറക്കിയ ഖുർആനാണ്, അതും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഖുർആൻ. ഒരുപാട് തിസീസുകൾ പറയുന്ന ഗ്രന്ഥം, തിയറികൾ പറയുന്ന ഗ്രന്ഥം. എന്നിട്ടും കാണാം ഇടക്കിടക്ക് വദ്കുർ ഫിൽ കിതാബി മൂസ, വദ്കുർ ഫിൽ കിതാബി ഈസ. കഴിഞ്ഞുപോയ കാലത്തെ ഒരുപാട് ആളുകളുടെ ചരിത്രം പഴമയെടുത്തിട്ട് ഉദ്ധരിക്കുകയാണ്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബി ഫുവാദക. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ചരിത്രവും ഇതിഹാസം സൃഷ്ടിച്ച് കഴിഞ്ഞുപോയ ഒരുപാട് ആളുകളുടെ ചരിത്രം അനാവരണം ചെയ്ത് പ്രവാചകരെ അങ്ങേക്ക് മുമ്പിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കും. എന്തിനാണ്? ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരുന്ന വഴിത്താരെ ധന്യമാക്കാൻ അങ്ങിന് കഴിയണം. താണിത്വം തന്റെ ഇടം ഉണ്ടാകണം. അതേ പൂർവ്വകാല മഹാമനീഷികളുടെ ചരിത്രത്തിന് പാഠം വിസ്മരിക്കലല്ല വേണ്ടത്, അവരനുധാവനം ചെയ്യാൻ കരുത്തുണ്ടാകാൻ വേണ്ടി അവരെ ചരിത്രത്തിന് പാരായണം നൽകി പുനർജന്മം നൽകണം. അതെ, ആ ചരിത്രത്തിന്റെ താളുകൾക്കാണ് മൗലിദി കിതാബുകൾ എന്ന് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതിന്റെ ഭാഷാന്തരത്തിലാണ് മാല കിതാബ് എന്ന് പറയുന്നത്. ഇതിന്റെ പാരായണം, ഈ ചരിത്രത്തിന്റെ പാരായണം, ചരിത്ര പുസ്തകത്തിന്റെ പാരായണം, അതിനാണ് നമ്മൾ നേർച്ച, ഉറൂസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടർതി എന്ന് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ പേരുകൾ പുതിയത് വന്നതാ, സംഭവം പഴയതാ, ഖുർആൻ പഠിപ്പിക്കുന്നതാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ആളുകളെ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. പിന്നെ ബന്ധം പുതുക്കാൻ ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതനുസരിച്ച് ഹാജിക്കാടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉസ്താദ് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഞങ്ങൾ ഈ ഓതിയ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ പ്രതിഫലം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ആദർശ ബന്ധത്തിൽ നിന്ന്, ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരിൽ നിന്ന്, ഈ ഞങ്ങൾ ഇന്ന് നേതൃത്വം നൽകുന്ന പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പതാക പിടിച്ച് മരിച്ച പ്രവർത്തകന്മാരിൽ നിന്ന് അവരുടെ കബറുകളിലേക്കൊക്കെ എത്തിക്കണം നാഥ. പോരാ, പ്രത്യേകിച്ച് ഈ തറവാട്ടിൽ നിന്ന് മരിച്ചുപോയ ഹാജിക്കയുണ്ട്. അയാൾ ഞങ്ങളിപ്പോൾ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സന്തോഷത്തിലാണ്. ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ പിതാവിന്റെ കബറുടെയും സന്തോഷിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഒരാത്മീയ സദ്യ അദ്ദേഹത്തിന് നൽകാം. ഞങ്ങൾ ഈ ഓതിയ ഖുർആന്റെ പ്രതിഫലം, ഞങ്ങൾക്ക് ഈ തന്ന ഭക്ഷണം എന്ന സ്വതക്കയുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ കബറിലേക്ക് എത്തിക്കണേ റബ്ബേ. നന്ദിയല്ലേ ഇത്? ന്യായമല്ലേ ഇത്? പോരാ, ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് വിശപ്പ് മാറ്റാനുള്ള കഴിവ് നീ കൊടുക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന് കച്ചവടമുണ്ട്. നാളെ എങ്ങാനും കച്ചവടം പൊളിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു സുനാമി മതി, ആകെ തകർന്നു പോകും. അതുണ്ടാകരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമത്ത് അല്ലാഹുമ്മ ജൽ നിഅമതനാ ദായിമ വദൗലതനാ ഖായിമ വഔലാദനാ സ്വാലിഹീൻ, പടച്ചതമ്പുരാനെ നിലനിർത്തി കൊടുക്കണം. പോരാ, അദ്ദേഹത്തിന് തരണമെങ്കിൽ മനസ്സിന് റാഹത്ത് വേണ്ടേ, സമ്പത്തിൽ ബർക്കത്ത് വേണ്ടേ. അല്ലാഹുമ്മ ഫി ഹാദിഹി ദാരി അൻനിഅമത വൽ ബറകത വറഹത വസ്സലാമത വസ്സുറൂറ വലിൽഫ കൊടുക്കണം തമ്പുരാനെ. റബ്ബേ, ഇതെല്ലാം പ്രാർത്ഥിച്ചത് മൊത്തം വീട്ടുകാർക്ക് വേണ്ടിയാ. പോരാ, ഈ ഭക്ഷണം കൊണ്ടുവന്നത് ഈ ഹാജിക്കയാണെങ്കിലും പാകം ചെയ്തത് ആമിനത്താത്തയാ, അല്ലെങ്കിൽ ഇവിടുത്തെ വീട്ടുകായ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്ന ഉമ്മയെ മറക്കാൻ കഴിയോ? അല്ലാഹുമ്മ ഗഫിർലി സ്വഹൈബി ഹാദ ത്വഅം വഖാദിമാത്തി ത്വഅം അല്ലാഹുമ്മ തമ്മിൻ നിയ്യതഹും. അവർ മനസ്സിലെ നല്ല മുറാദുകളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ നാഥ. എന്ത് നല്ല ഉമ്മയാ. ഞാൻ പറയട്ടെ, മരിച്ചവർ വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഹാജിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഭക്ഷണം കഴിച്ചൊരു വീട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ച പ്രതീതിയാ. എന്തുകൊണ്ട്? ഇത്ര കഷ്ടപ്പെട്ട് എനിക്കൊരു ഭക്ഷണം അവർ തന്നു, അൽഹംദുലില്ലാഹ്, അവർക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന കൊടുത്തല്ലോ. അത്യാവശ്യം കുറേ ചെറിയൊരു ഉത്തരവാദിത്തമെങ്കിലും കഴിഞ്ഞല്ലോ. വല്ലാത്ത സന്തോഷത്തോടെ വീട്ടുകാർക്കും അൽഹംദുലില്ലാഹ്, ഉസ്താദ് എന്നെ അറിഞ്ഞുകൂടാ, ഉസ്താദ് എന്നെ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചല്ലോ ഇവിടെ വെച്ചിട്ട്, നമുക്കും ഒരു സമാധാനമാ. ഇത് അനാചാരമാക്കി, ഇത് ബുഖാരിയിലില്ല, ഇത് മുസ്ലിമിലില്ല. അന്ധവിശ്വാസമാണ്, പാഞ്ചത്വമാണ്, യാഥാസ്ഥികത്വമാണ്, പൗരോഹിത്യമാണ്. ഇത് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടിയോ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം കഴിയും. ലബിനാജിക്ക ഞാൻ വരട്ടെ, പല്ലുകുത്തില്ല ഇവിടെ ഇന്ന് കിട്ടിയത് കേൾക്കില്ല, ഒരനക്കം വേവ് കുറവില്ലേ, ഈ അരി വനസ്പതിയാ, ഇത് എവിടുന്ന് വാങ്ങിയത്? ഇങ്ങനെ പല്ല് കുത്തിയിട്ട് ഇറങ്ങലാണോ നന്ദി? ഒന്ന് കരമുയർത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ നന്ദി? ഏതാ മനുഷ്യത്വം? ബാക്കി അവിടെ നിൽക്കട്ടെ. മനുഷ്യത്വം ഏതാ? മനുഷ്യത്വം പ്രാർത്ഥന നടത്തിക്കൊണ്ട് വരലാണ്, അല്ലേ? ഒന്നുമില്ലാത്ത 4 കാലും വാരമുള്ളൊരു സാധനമുണ്ട്,
അതിന് 2 ദിവസം തിന്നാൻ കൊടുത്താൽ 3-ാമത്തെ ദിവസം വാലാട്ടുമത്രേ, അല്ലേ? അക്കാലു കൽബിൻ ചീനരൂന കാലു ലഹു കശാറ്റിൻ 4 കാലും ബാലു. അങ്ങനെ സാധനമുണ്ട്. ആ സാധനത്തിന് തിന്നാൻ കൊടുത്താൽ 2 ദിവസം കൊടുത്താൽ 3-ാമത്തെ ദിവസം നന്ദി പ്രകടനം വാലാട്ടിയിട്ട്. മനുഷ്യരാക്കുമ്പോൾ അതിനേക്കാളും തരം താഴാൻ പറ്റുമോ? ഇത് അനാചാരം എന്ന് പറഞ്ഞ് മാറ്റേണ്ടതാണോ? പ്രവാചകൻ പഠിപ്പിച്ചതാണോ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹിന്റെ ഖാദിം അനസ് റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല ഹൻബറിയ ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു ഗസ്റ്റ് ആയിട്ട്, അതിഥിയായിട്ട്. വമാ ഹുവ ഇല്ലാ അന വഉമ്മി വഉംഹറാം. വീട്ടിൽ എന്റെ ഉമ്മയുണ്ട്, ഉമ്മുഹറാമുണ്ട്, ഞാനുമുണ്ട്. ഖാലത്തി എന്റെ ഇളയമയായ എന്റെ പിന്നെ ഉമ്മുഹറാം വീട്ടിലുണ്ട്, ഉമ്മയും ഞാനുമുണ്ട്. ആ സമയത്താ കടന്നു വരുന്നത്. നോക്ക് നിങ്ങള്, അങ്ങനെ കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി പറയാ ഖൂമൂ വലുസല്ലി ബിക്കും. വരൂ, ബറക്കത്ത് ഞാനൊന്ന് നിസ്കരിച്ചു തരാം. മഹാന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെയാ, അവർക്ക് പ്രത്യേകമായിട്ട് നിസ്കാരം, അവർ നിസ്കരിച്ച ബറക്കത്ത് കിട്ടാൻ. ളുഹുറും അസറൊന്നും അല്ല, ഫി ഗൈരി വഖ്തി സ്വലാത്തിൻ, പ്രത്യേകിച്ച് നിസ്കാരം സമയമൊന്നുമല്ല, അല്ലാത്ത സമയം. പിന്നെ എന്തിനാ നിസ്കാരം? ബറക്കത്ത് നിസ്കാരമാണ്. മഹാന്മാർ വീട്ടിൽ വന്നാൽ അതൊരു ബറക്കത്താണ്, ഒരു ഐശ്വര്യമാണ്. നിസ്കരിച്ചു, നിസ്കാരം തന്നെ ഒരു പ്രാർത്ഥന പോരാ. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സുമ്മ, പിന്നെ സുമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാ, അഥവാ അല്പം കഴിഞ്ഞിട്ടാ, ഉടനെയല്ല, അഖിബയല്ല. പ്രാംസ്കാരങ്ങൾ കഴിഞ്ഞു, പിന്നെ അതിനിടയിൽ നടക്കേണ്ടതൊക്കെ നടന്നിട്ടുണ്ടാകും. അതിന് വീട്ടിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും മാനുള്ളവർ വല്ലതും കൊടുക്കാതിരിക്കൂല, സ്വാഭാവിക. ഇനി അത് ഉണ്ടാവട്ടില്ലാതിരിക്കട്ടെ. പ്രാംസ്കാരം കഴിഞ്ഞ ശേഷം അല്പസമയങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇനി ഒന്നും പറയാൻ ബാക്കില്ല, ഒന്നും പറയാൻ ബാക്കില്ല. ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങളും ഖലീഫകളും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോ നമ്മളെല്ലാം ഓരോന്നിങ്ങനെ കഴിഞ്ഞിപ്പോ ഞങ്ങൾ പാപ്പ പറയാൻ ബാക്കിയുള്ളത് എല്ലാം പെട്ടിട്ടുണ്ട്, അല്ലേ? എല്ലാം പെട്ട പ്രാർത്ഥന. അതെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയെ പറ്റി അനസ് റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. അനസ് പറയാ ഈ കുല്ലി ഖൈരി, ഇനി ഒന്നും പറയാനില്ല. റസൂലുള്ള പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ചെന്ന് വീട്ടുകാർക്ക് വേണ്ടി കൂട്ടുപ്രാർത്ഥന. ആ റസൂലുള്ള പഠിപ്പിക്കുന്നത് ഇതാ ദഅഉതു ഫഅമിനു, ഞാൻ പ്രാർത്ഥിക്കുമ്പോ ആമീൻ പറയണേ. സ്വഹാബത്ത് പറയാതിരിക്കോ? ഒരിക്കലും പറയാതിരിക്കില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോ ഇമാം മുസ്ലിമാണ്. നോക്ക് നിങ്ങള്, മുസ്ലിം കൊണ്ടുവന്ന ഹദീസാണ്. പക്ഷേ മറ്റൊന്നുണ്ട്, ഈ ഒരു ഏർപ്പാട് അത് വാദന്റെ മനസ്സിലാവാം, മരിച്ചെടുത്താവാം, എവിടെയാണെങ്കിലും നിലനിന്നാൽ ജൂതന്മാർക്ക് ദേശീയ അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെ പഠിപ്പിച്ച ഹദീസ് ഇബ്നു മാജ ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ആയിഷ ബിയെ തൊട്ട ഉദ്ധരണി, അന്നായിഷത്ത അന്നഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹസത്തുകുമുൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസത്തുകും അലസ് സലാമി വത്തമീൻ. ജൂതന്മാർക്ക് 2 കാര്യത്തിൽ നിങ്ങളോട് ദേഷ്യ. 2 കാര്യം ജൂതന്മാർക്ക് നിങ്ങളോട് ദേഷ്യമാണ്. ഏതാണത്? ഒന്ന്, നിങ്ങൾ കണ്ടാൽ അപ്പാല അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം സലാം പറഞ്ഞ് കൈ പിടിച്ച് കുളിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോ സ്നേഹം കണ്ടില്ല, ഒലിക്കണം, അല്ലേ? സ്വാഭാവികമായിട്ടും ദേഷ്യമാണ്. ഒരു നേതാവ് ഇങ്ങനെ മറ്റവർക്ക് ഇങ്ങനെ ആമീൻ പറയാ, ദേഷ്യമാണ്. കൂട്ടുപ്രാർത്ഥനയോട് ആർക്ക്? ജൂതന്മാർക്ക് ദേഷ്യമാണ്. ജൂതന്മാരാണെങ്കിലോ ഇന്ന അശദ്ദന്നാസ്യദാവത്തൻ അൽ യഹൂദ്, ഖുർആൻ പഠിപ്പിക്കുക, ഏറ്റവും കൂടുതൽ നമ്മളോട് ദേഷ്യമുള്ളത് ജൂതന്മാരാണ്. അത് ഏരിയയിൽ ഷരോണിന്റെ ഷണ്ഡീകരിക്കപ്പെട്ട കമ്പനിയാ, ഇവരാണത്. അതുകൊണ്ട് അവർക്ക് ഈ പ്രാർത്ഥന എന്നേക്കുമായി നിർത്തണം. ആത്മീയത ഉണ്ടാക്കുന്ന പരിപാടിയാ, നിർത്തണം ഇത് എന്ന് ആസൂത്രിതമായി അന്ന് ആലോചിച്ചതാണ്. അതിന്റെ അജണ്ട ഇവിടെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇസ്ലാമിന്റെ ആത്മീയതയും സാമൂഹ്യതയും ഐക്യവും നഷ്ടപ്പെടുത്തുകയെന്ന ഹിഡൻ അജണ്ട. ഈ അജണ്ടയാണ് ഇവിടെ പുത്തനാശയത്തിന്റെ പേരിൽ ലഘുലേഖ വിതരണക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം, ഈ അജണ്ട നടപ്പിലാക്കി കല്യാണ പന്തലിൽ നിന്ന് പ്രാർത്ഥന എടുത്തുപോയി, അല്ലേ? നിക്കാഹിന്റെ സദസ്സിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞുപോയി. അതേപോലെ തന്നെ മരണച്ചടങ്ങിലടക്കം പ്രാർത്ഥന, അതൊക്കെ ശരിക്കും ഒരു പ്രാർത്ഥനയുടെ സ്ഥലമല്ലേ? ചിന്തിക്കാൻ വേണ്ടി പറയാൻ, ഒരു അമുസ്ലിം മരിച്ചു കിടക്കുന്നതും മുസ്ലിം മരിച്ചു കിടക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ പറയുന്നു, പോകട്ടെ. ഒരു പശു ചത്തു കിടക്കുന്നതും ഒരു മുസ്ലിം മരിച്ചു കിടക്കുന്നതും തമ്മിൽ എന്താ മാറ്റമുള്ളത്? ഞാൻ പദപ്രയോഗം കടുത്തു പോയി, നിങ്ങൾ ക്ഷമിക്കുക, മനസ്സിലാക്കി ഒരു കമ്പയറിംഗ് നടത്താൻ വേണ്ടി ഞാൻ പറയാ. എന്താണ്? ഒരു മുസ്ലിം മരിച്ച വീട്ടിലേക്ക് ചെന്നാൽ ഒരു തീർത്തും ആത്മീയമായ അനുഭൂതി,
അല്ലേ? സ്വാഭാവികമായിട്ടും ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കുന്നത്? ആജിക്ക മരിച്ചു കിടക്കുന്നു, കൂട്ടുകാരും ബന്ധക്കാരും വരുന്നു, ഉമ്മമാർ അപ്പുറത്ത് ഒരു വിരു തൂക്കിയിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ പാരായണം നടക്കുകയാണ്. അയൽവക്കക്കാരും ബന്ധപ്പെട്ടവരും വരുന്നു, അവർ ഖുർആൻ ഓതുകയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആളുകൾ അറിയുന്നവർ വരുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ വന്നിരുന്ന് കിട്ടുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ യാസീൻ സൂറത്ത് മരിച്ചിടത്ത് ഓതണം. ആരാണ്? പ്രവാചകന്റെ അധ്യാപനമാണ്. എന്തുകൊണ്ട്? സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹാർട്ട്, അതിന്റെ ലിവറാണ് സൂറത്ത് യാസീൻ. ആ യാസീൻ ഓതണം. ആരാ പറയുന്നത്? കാന്തപുരം ഉസ്താദല്ല, ഉള്ളാൾ തങ്ങളല്ല, പേരോടല്ല, പൊന്മള ഉസ്താദല്ല, എം എ ഉസ്താദല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളാ പറയുന്ന. യാസീൻ ഓതണം നിങ്ങൾ. പോരാ, മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദാ ഹളർതുൽ മയ്യിത്ത അവൽ മരീള, മരണം ആസന്നമായവന്റെ സമീപം, മരിച്ചവന്റെ അടുത്ത് നിങ്ങൾ പോയാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഏറ്റവും നല്ലതിനെ പറയണം. നല്ലതിനെ പറയണം. ഏതാ നല്ലത്? ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഐസക് ന്യൂട്ടന്റെ ചിന്തയൊന്നും ആവശ്യമില്ല. ഒരു മേടും ചിന്ത കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഫൈന ഖൈറൽ കലാമി കലാമുല്ലാഹ്, പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പായ കലാം അല്ലാഹുവിന്റെ കലാമാ. ബാക്കിയൊക്കെ മാറ്റിവെക്ക് നിങ്ങൾ. തെളിവുകളൊക്കെ പോട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ റഹ്മത്തിന് മലക്ക് വരൂലേ? ഞാൻ പറയാം, പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂവിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും, ബാക്കിയൊന്നും വേണ്ട. അതെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കുക. എന്ത്? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്താൽ റഹ്മത്തിന് മലക്ക് വരൂലേ? തീർച്ചയായിട്ടും വരും. വന്നത് മുസ്ലിം തെളിവില്ലേ? മുസ്ലിം തന്നെ സ്വഹീഹ് കൊണ്ടുവന്ന ഹദീസിലില്ലേ? സ്വഹാബി പിന്നെ കുട്ടിയെ കടത്തിയിട്ട് ഒട്ടകത്തിനെ കെട്ടിയിട്ട് ഖുർആൻ ഓതിയില്ലേ? ഓതിയപ്പോഴാണ് ടെന്റിനകത്ത് നിന്ന് പോയ ഈ സ്വാബി കുതിരയുടെ ചാട്ടം കേൾക്കുന്നത്. ഓടി വരുന്നു, ചാട്ടം നിർത്തുന്നു, വീണ്ടും വരുന്നു, വീണ്ടും നിർത്തുന്നു, കുതിര ചാടുന്നു, ഖുർആൻ ഓതുന്നു. ആവർത്തിച്ചില്ലേ? അവസാനം ചാടട്ട കുതിര സ്വഹാബി അങ്ങോട്ട് ഓതി. കുറെ കഴിഞ്ഞ് ചാട്ടം ഇതിങ്ങനെ ശക്തി കൂടുക. ലാസ്റ്റ് വന്നു നോക്കുമ്പോ അങ്ങനെ ഉയർന്നു പോകുന്ന റൗണ്ട് കാണുന്നു, പ്രകാശഗോപുരം കാണുകയാ. റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞില്ല, നബിയേ അനുഭവം ഉണ്ടായി, ഇങ്ങനെ സംഭവം. റസൂലുള്ളാഹി പറഞ്ഞു, ഓത്തെന്താ നിർത്തിയത്? തുടർന്നുകൂടായിരുന്നോ? നിന്റെ ഓത്ത് കേട്ടിട്ട് റഹ്മത്തിന്റെ മാലാഖമാർ സ്വീകരിക്കാൻ വേണ്ടി വന്നതാ. വരും. ഖുർആൻ പാരായണം കേട്ട റഹ്മത്തിന് മലക്ക് ഇറങ്ങി വരും, ഉറപ്പാ. അത് കാണാനുള്ള കണ്ണ് നമ്മുടെ കാലണയുടെ കണ്ണിലില്ലാതെ പോയതാ. നമ്മുടെ കണ്ണിന് പവർ കുറഞ്ഞതാ. പവറുള്ളവർക്കാണെങ്കിലോ കാണാം. കണ്ടിട്ടുണ്ട്, ചരിത്രമുണ്ട്, വരുത്തിയിട്ടുണ്ട്. വിവിഐപികളായ ഔലിയാക്കന്മാർ, അമ്പ്യാക്കന്മാർ, അങ്ങനെ വന്ന അനുഭവവും ചരിത്രവും നമ്മുടെ പരിസരങ്ങളിൽ തന്നെ ഉണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതെങ്കിലും പരിഗണിച്ചാൽ, ബാപ്പ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മയ്യത്തിന് സമാധാനം വേണ്ടേ? ശാന്തി വേണ്ടേ? അത് റഹ്മത്തിന് മലക്കുകളുടെ സാന്നിധ്യം അനിവാര്യമല്ലേ? ഇനി മയ്യത്തിന് വേണ്ട നോക്കുക. ബാപ്പ മരിച്ച ടെൻഷനിലല്ലേ മകനിരിക്കുന്നത്, ഭാര്യ ഇരിക്കുന്നത്, കുടുംബം ഇരിക്കുന്നത്. ഈ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വല്ലാത്ത അനുഗ്രഹമല്ലേ? പക്ഷെ ജൂതന്മാർ ആലോചിച്ചു, പറ്റില്ല, നിർത്തണം. കണക്ഷൻ വിച്ഛേദിക്കണോ? റഹ്മത്തിന് മലക്കൾ വരുന്ന ഏർപ്പാടേ പാടില്ല. അതുകൊണ്ട് സുഗന്ധം പുകയിപ്പിക്കൽ ശിർക്ക്, മൗലൂദ് ഓതൽ ശിർക്ക്, ഖുർആൻ ഓതൽ ശിർക്ക്. ഓരോന്നും ഓരോ പേരിട്ട് തൽക്കാലമില്ലാതെയാക്കി. ഇപ്പൊ എവിടെ എത്തിയെന്നറിയും നിങ്ങൾ? ഈ അന്തരീക്ഷം മാറി. ഇപ്പൊ ഏകദേശം ഒരു 15 ലിറ്റർ കറക്കുന്ന പശു ചത്തതും ഒരു 15 ഏക്കർ ഭൂമിന്റെ ഉടനെ അബ്ദുള്ളാജി മരിച്ചു തമ്മിലൊരു മാറ്റമില്ല. കാരണം പറയാ, എന്തേ? പശു ചത്താൽ എന്തുണ്ടാവും? 15 ലിറ്റർ കറക്കുന്ന പശുവാണെങ്കിൽ വീട്ടുകാർ ദുഃഖിക്കും, ഉറപ്പാ. 15 ലിറ്റർ കറക്കുന്ന പശു ഇത്ര പെട്ടെന്ന് ചത്തുപോകുമെന്ന് ആരും ഉദ്ദേശിച്ചതല്ല. അയൽവാസികളൊക്കെ വരും, മറിയമ്മ ചേച്ചി വരും, തോമസ് ഏട്ടൻ വരും, വേലായുധം വരും, കാർത്തിയനിയർത്തിയും വരും. വന്നിട്ടോ സാധാരണഗതിയിൽ മനുഷ്യനാകുമ്പോൾ ഒരു തുണി കൊണ്ട് മൂടും, ഇതാകുമ്പോൾ ഒരു പക്ഷെ ചാക്കുകൊണ്ട് മൂടും, ഇത്രേ ഉള്ളൂ. വരുന്ന ആളുകൾക്ക് ഇങ്ങനെ കാറിന്റെ ഡിക്കി തുറന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പോലെ അതിനൊരു മനക്കോടെ ഇരിക്കുന്നുണ്ടാവും. ഇതാ നമ്മളെ മയ്യത്തിന്റെ ചടങ്ങെന്ന് പറഞ്ഞാൽ, ഈ മയ്യത്തിനെ കാണാൻ വേണ്ടി വന്നാൽ ഈ പശു എത്ത് നോക്കിയാൽ കാർത്തിയനെ പറയും, ഓ നല്ല പശുവായിരുന്നില്ലേ, എന്തോ ഒരു നല്ല അച്ചടക്കമുള്ള പശുവായിരുന്നു. ഈ കഴിഞ്ഞ 8-10 വർഷമായി ഈ കുടുംബം പോറ്റിയത് ഈ പശുവിനെ കൊണ്ടല്ലേ. 15 ലിറ്റർ കറക്കുന്ന പശു, ഈ പരിസരത്തൊന്നും ഇതിന്റെ പാല് കുടിക്കാത്തവർ കാണൂല, അത്രയും നല്ല പശുവായിരുന്നു. പറഞ്ഞിട്ട് എന്താ? ഇന്നലെയും കൂടെ ഇതിനെ മൂക്കിലെടുത്ത് നടന്നതല്ലേ, റബ്ബർ പാൽ അബദ്ധത്തിൽ കുടിച്ചുപോയി, ചത്തിലേ, ദൈവഹിതം ദിയാനാ. കഴിഞ്ഞു. കാടിക്ക് ഇങ്ങനെ കയ്യും കൊടുക്കും. ഞാൻ പറയട്ടെ, സുന്നി അല്ലാത്ത നോൺ സുന്നി മരിച്ചു നോക്കുക, എന്താണ് പറയാ?
ഒരു നോൺ സുന്നി എന്ന് പറഞ്ഞാൽ ആ ലേബിളിന്റെ കൂട്ടത്തിൽ ജമമുജ തബ്ലീഗിന്റെ കൊമ്പനി കുല്ലു അടങ്കലും കൂടും. അതുകൊണ്ടാണ് ഞാൻ നോൺ സുന്നി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞത്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ പറയുമ്പോൾ ചിക്കൻ മട്ടൻ ഓരോന്ന് വരുന്നേക്കാൾ നോൺ വെജിറ്റേറിയൻ പെട്ടല്ലോ എല്ലാം. അതുകൊണ്ട് ഞാൻ പറയുക, ഒരു നോൺ സുന്നി മരിച്ചാൽ അവിടെ പോയി വയ്ക്കാൻ എന്താ ഉണ്ടാവുക? സെയിം ഇത് തന്നെ, ലീലടുത്തി വരും. എന്നിട്ട് പറയോ നല്ല മനുഷ്യനായിരുന്നില്ലേ, പരോപകാരിയല്ലേ, ആര് ചോദിച്ചാലും കാശെപ്പോഴും കണക്കൊടുത്തിരുന്ന ആള്, എന്ത് ചെയ്യാനാ, ഇത്ര ഒരസുഖം ഇല്ലായിരുന്നു, ഇന്നലെയും കൂടെ പീടികയിൽ നിന്ന് പച്ചക്കറിയും കൊണ്ടുപോയത് കണ്ടതല്ലേ, പെട്ടെന്ന് നെഞ്ചുവേദന, ദൈവഹിതം, എന്ത് ചെയ്യാനാ, കഴിഞ്ഞ് വിഷയം തീർന്നു, രണ്ടുപേരും വരെ. ഇനി ടൈമായി, കുളിപ്പിക്കാൻ വെച്ചു, കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു, കഫം പൊതിഞ്ഞു, തുണി പൊതിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഓത്തും പാട്ടുണ്ടോ? ഒന്നുമില്ല. നടുക്കല്ലേ, നടുക്കുക, മുറിച്ചിട്ട തേക്കും കുറ്റി മില്ലിക്കെടുക്കുന്ന ലാഘവത്തോടെ ഏലല്ല ഏലോ ദ്വാണ്ടോ ദിക്കറുണ്ടോ? ഇല്ല, ഒരു പരിപാടി ഇല്ല. നിന്ന് നോക്കിക്കോ നിങ്ങൾ. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അക്സറുഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ പറഞ്ഞതാ, ജനാസ എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ കട്ടിലയിൽ വെച്ച ശേഷമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഒരു പ്രത്യേക കൂലില്ലാന്ന് വെച്ചു, മനസ്സിലാക്കാൻ പറയാൻ, പ്രത്യേകമായിട്ടൊരു പുണ്യം എങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാന്ന് വെച്ചോ? തെറ്റാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉമർ മൗലവിന്റെ ഉസൂലിന്റെ കിതാബ് പ്രകാരം ഞാൻ പറയാണ്, മയ്യത്തുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പാടില്ല. കക്കൂസിനാണെങ്കിൽ ഓക്കെ, തെറ്റാന്ന് പറയാം. മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലരുത് പ്രത്യേക റസൂൽ വിലക്കിയിട്ടില്ലല്ലോ. എന്നാ പിന്നെ ചെല്ലിയതിന് കൂലിട്ടാ നിൽക്കോ? അഫ്ദലു ദിക്റല്ലേ, അഫ്ദലു മാ ഖുൽതു അന വന്നബിയുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ പഠിപ്പിച്ച വല്ലാത്ത ദിക്റല്ലേ. ഇത് പ്രത്യേകമായി കൂലി ഇല്ലാന്ന് തന്നെ വെക്കുക. സപ്പോസ് അങ്ങനെ ഇല്ലാന്ന് തന്നെ വെക്കുക, എന്നാലും ഓർഡിനറി കൂലി കിട്ടൂലേ? ഇതും ജൂതന്മാർക്ക് സഹിക്കില്ല, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ നിങ്ങള്? അങ്ങനെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് മറവെയ്യും. മറവെയ്ത് കഴിഞ്ഞാലോ തൽക്കാലം 11 മൂടുകല്ല് വെച്ച് മണ്ണിട്ടു, ഇന്ന കാലക്കാക്കും വഫീഖാൻ ഒഴുതുക്കും വമിൻഖാൻ ഉഖ്റജുക്കും താറത്തൻ ഉഖ്റാ. 2 കല്ലും അവിടെ കുത്തിവെച്ചു. നവിന അപ്പാ അയച്ചേ, നാവിനെ അവിടെ കടന്നോ, ചാപ്പാനോടൊക്കെ വരെയുള്ളത് തന്നെ, അടങ്ങി അവിടെ കടന്നോ. ഇനി വിധി ഉണ്ടെങ്കിൽ മാസ്റ്ററിൽ കാണാം. അല്ല, കണ്ടോളന്നൊന്നുമില്ല, കാരണം കണ്ടിട്ടൊരു കാര്യമില്ല. അല്ല ഇസ്ലാമില്ല മാസ ഒരു മനുഷ്യനോ ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം അടങ്ങി അവിടെ കടന്നോ, ബെർത്തെ ടാറ്റ ഗുഡ് ബൈ അസ്സലാമു അലൈക്കും, കഴിഞ്ഞു. ഇനി കല്യാണത്തിന് കൊണ്ടുവന്ന ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസും കടലാസിന്റെ പ്ലേറ്റും ഈ കുഴിച്ചിട്ട വാപ്പി നമ്മൾ എന്താ മാറ്റം? അല്ല, മനസ്സിലാക്കാൻ പറയാം, കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി എങ്ങനെ പറഞ്ഞത്? എന്താ മാറ്റുള്ളത്? ഈ കൊഴിവാക്കി വേസ്റ്റിലേക്കിട്ട കടലാസിന്റെ പ്ലേറ്റും പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസും നമ്മൾ തിരിഞ്ഞു വെക്കാറില്ല. അത് പോണം, വേസ്റ്റാണ്. ഈ ചിക്കൻ കുണി ഉണ്ടാവും ചിലപ്പം, അത് കൊതുക് വളർന്നു കഴിഞ്ഞാൽ നശിപ്പിക്കാനാണ് നമ്മളെ ആവശ്യം. ഇതുപോലെ കുഴിച്ചിട്ട വാപ്പ തിരിഞ്ഞു വെക്കാറില്ല. അങ്ങനെയാണോ വേണ്ടത്? അല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ബീവി ആയിഷയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. മഹദി പറയുന്നത് എന്താണ്? റസൂലുള്ളാഹിക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് ഖദീജയോടുള്ള അത്ര അതിന് മലപ്പുറം ഭാഷയിൽ അർത്ഥം പറഞ്ഞാൽ ചക്കളത്തിപ്പോരെന്ന് പറയും. പക്ഷെ പ്രവാചകരുടെ ഭാര്യമാരായതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും അവർ തമ്മിലുള്ള ഒരു മാനസികമായ ആ ഒരവസ്ഥ, ഇതെനിക്ക് ഒരു ഭാര്യയോടില്ല. ഐഷ ബീവി പറയാ, മാഗിർത്തുല ഖദീജത്ത, ഖദീജയോടുള്ളതുപോലെ. ഞാനാണെങ്കിൽ സത്യത്തിൽ ഖദീജനെ കണ്ടിട്ടില്ല. കാരണം ഖദീജ വഫാത്തായ ശേഷമാണ് വായുസാബിനെ കല്യാണം കഴിക്കുന്നത്. ഒരേ ടൈമിൽ 2 ഭാര്യമാരുണ്ടെങ്കിൽ സ്വാഭാവിക ഉണ്ടാകും, ഉറപ്പ ഘടകകക്ഷികൾ തമ്മിലുള്ള പിടിയും പരിയും പോലെ സ്വാഭാവികമായിട്ടുണ്ടാകും. അതേ സമയത്ത് മരിച്ചുപോയ ഭാര്യയോട് എന്തിനാ ജീവിച്ചിരിക്കുന്ന ഭാര്യ? എന്താ ഐഷാബി മറുപടി പറയുന്നത്? വിശദീകരണം പറയാ, യുക്തിറു ദിക്റഹ, ഒന്നുമല്ല, ഈ മരിച്ചുപോയ ഖദീജ ബിന്റെ മൗലിദ് ഇങ്ങനെ പറയും. ആര്? റസൂലുള്ളാഹി തങ്ങൾ. ഈ മൗലിദ് എന്നൊക്കെ പറഞ്ഞ ആന കുമ്പിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു മരിച്ചുപോയ ആൾക്കാരെ മഹത്വം പറയാ, ഇതുള്ളൂ. ഇത് പ്രവാചകൻ പ്രേരിപ്പിച്ച മഹാസിന മൗത്താക്കും. മറ്റൊരു ഹദീസ, നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ നന്മ ഇങ്ങനെ പറയണം. ആ നന്മഞ്ഞല്ലേ മൊയ്‌ദി ശൈഖിനെ നമ്മൾ പറയുന്നത്, അല്ലേ? വെറും നാപ്പതിറ്റാണ്ടോളം സുബഹി തൊഴുതോവർ, ഇത് നന്മയല്ലേ? ഇത് പ്രവാചകൻ ദുഃഖമാശന മൗത്താക്കും പെടൂലേ? സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി 40 കൊല്ലം എന്താ ചെയ്തത്? ഇശ നിസ്കരിച്ച് അതേ ഒന്നുകൊണ്ട് സുബഹിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, പണ്ട് പോയക്കുട്ടി ഫാറൂഖി മുജാഹിദിന്റെ ബുക്കിലെ രാജാതി ഒന്നുമല്ല. പണ്ടൊരിക്കലും അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പം ആ ഒതുവിന്റെ സാധനം എടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നു. അതേതാണ്? എടുത്തോ ഒന്ന് മുറിഞ്ഞു കിട്ടണമെങ്കിൽ പാറക്കോലിൽ പൊട്ടുന്ന പോലെ പടപടമൊന്നും വെച്ചിട്ട് പൊട്ടണം. അല്ലെങ്കിൽ കോഴിമുഴച്ച് കഴിഞ്ഞാൽ കണ്ണം പറമ്പല്ല, മറ്റെന്താ നെളിയം പറമ്പ് മണക്കണ മാതിരിയുള്ള മണം വരണം.
അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ അത് ചോരക്കാറ്റടിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒന്നുമുറിയില്ല. ആ ജാതി ഒന്നും അല്ല. സാധാ ഒന്നും എടുത്തിട്ട് തന്നെ എന്തേ ഉറങ്ങാതെ ആരാധന ചെയ്തു. ഇത് മദ്ഹല്ലേ? ഒരു ചെല്ലു മുതലായി മൂവാണ്ട് കത്തോവർ, ഒരു കാലം നിന്നിട്ടോ ഒരു കത്തം തീർത്തോവർ. ഒരു കാലം വന്നിട്ട് ഒരു കത്തം തീർക്കുക, നമ്മളൊരു പേജ് തീർക്കുവോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി നഷ്ടല്ലേ ഉദ്കുറു മായസിനെ മൗത്താക്കും. അത് പാട്ടാക്കുന്നോർത്താ കുഴപ്പം. എങ്കിൽ പിന്നെ ബുഖാരി പഠിക്കാത്തതുകൊണ്ടാ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വെച്ച് സ്വാബത്ത് പാട്ടിലൂടെയല്ലേ അത് ചെയ്തത്. സ്വഹാബത്ത് പാട്ടുകൂടെയാ റസൂലുള്ളാഹി അത് ചെയ്തു. ഉടനെ റസൂലുള്ളാഹി ഷട്ടപ്പ് യുവർ മൗത്ത് എന്ന് പറഞ്ഞോ? പാട്ടുകൂടെ ചോദിക്കാൻ പാടില്ല, പഠിച്ചവരോട് മിണ്ടാതൊക്കെ ചോദിച്ചോ? അല്ല, ആ റസൂൽ അതേ ട്യൂണിൽ തിരിച്ചും പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ വൻസുൽ അൻസാറ വൽ മുഹാജിറ. പാട്ടിലൂടെ തന്നെയാ. നോക്കിക്കോ നിങ്ങള്, അള്ളാഹുവിന് ഗദ്യം പറ്റും പദ്യം പറ്റും, തോന്നിയാസപ്പെട്ടാകത്തേ ഉള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നെന്താണ്? ബഹുമാനപ്പെട്ട ആയിഷ പറയാ, യുക്സിറു ദിക്റഹ, ഒരു വഫാത്തായ ഖദീജയുടെ മഹത്വം റസൂൽ പറയും. തീർന്നില്ല, നിർത്തിയില്ല, ഫുൾ സ്റ്റോപ്പ് കൊടുത്തില്ല. പിന്നെ ചിലപ്പോഴൊക്കെ ആടിനെ ഇറക്കും, ചിലപ്പോഴൊക്കെ ആട് നടക്കും. എന്തിന്? മരിച്ചുപോയ ഖദീജ വീക്കും വേണ്ടി. എന്നിട്ട് സുമ്മ യക്കത്താകാ, പിന്നെ പീസാക്കിയിട്ട് മാറ്റും. സുമ്മ യബസാഫി സ്വദാക്കി ഖദീജ, പിന്നെ ഖദീജയുടെ സ്വന്തക്കാർക്ക് കൊടുത്തേക്കും. ഇതാ നമ്മളും ചെയ്യുന്നത് അല്ലേ? ഊതിജകന്റെ ആണ്ടിന്, ബദരീങ്ങളെ ആണ്ടിന്, നേർച്ചക്ക് എന്താ? യുക്സിറു ദിക്റഹ വജാദു ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫി കുല്ലി മൗതിനി വസ്വതി. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ അത് ഇങ്ങനെ പറയും, യുക്സിറു ദിക്റഹ. പിന്നെ ചിലപ്പോ എന്താ ചെയ്യുക? റുബമാദാത്ത, ചിലപ്പോൾ മൊയ്തീജകന്റെ ആണ്ടിനും ബദരീങ്ങളുടെ ആണ്ടിനും നമ്മൾ ആടിനെ അറുക്കും. ഇല്ല ഉസ്താദേ, ആടിനെ അറക്കല്ല ഇവിടെ, അതൊക്കെ വടക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് പോയാല് നമ്മളിവിടെ അറക്കല് പോത്ത ആയിക്കോട്ടെ. അതീത് പറഞ്ഞ റുബമാദാത്ത, നമ്മള് റുബമാദാൽ പോത്ത ആയിക്കോട്ടെ. എന്തായാലും അർക്കും ഇത്രല്ലേ ഉള്ളൂ. ഇന്നലെ ഹർക്ക വകരൊന്നുമില്ലല്ലോ. ഇനി പൊരിയിലാണോ റുബമാദാൽ കോഴി ചങ്ങൾ കോയിനെ അറക്കും. സുമ്മയൊക്കെ തഴാല്ല, പിന്നെ പീസാക്കിയിട്ട് മാറ്റും. സുമ്മയബി സ്വദാക്കി ഖദീജ, ബദരീങ്ങളെ സ്നേഹിക്കുന്ന സുന്നികളെ പൊരക്കൊക്കെ കൊടുത്തേക്കും. ഇവിടെ കുഴപ്പമുള്ളൂ, ഇത് പ്രശ്നമുള്ളൂ. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ. എന്താ ശരി? പ്രവാചകൻ അന്ന് പീസാക്കി കൊടുത്തു വിട്ടത് പച്ചർച്ചയാ. പച്ചർച്ചി എന്ന് ഉപയോഗിച്ചതല്ല. നിങ്ങളത് ബിരിയാണിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെയ്ച്ചോറിനെ കൂടെ കൊടുക്കുന്നുണ്ട്, ബിരിഞ്ചിയുടെ മഞ്ഞച്ചോറിനെ കൂടെ കൊടുക്കുകയാണ്. അർക്കൾക്കൊക്കെ മഞ്ഞച്ചോറ് ഉണ്ടാവുക, അപ്പൊ അതിന്റെ കൂടെ കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, പച്ച ഇറച്ചി കൊടുക്കൽ തൗഹീദാന്ന് വന്നാൽ അത് വേവിക്കുമ്പോ ശിർക്കാ, അത് വേവിക്കുമ്പോഴേക്ക് ശിർക്കായി പോവാ. എന്നാൽ അത് അടുപ്പ് കൂടെ കയറുന്ന ശിർക്ക. അത് കണ്ടെത്തിയിട്ടില്ല, എത്തുമ്പോ നമുക്ക് ചർച്ചയും ചെയ്യാം. ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഈ രൂപത്തിൽ മരിച്ചുപോയ ആളുകളെ ബന്ധം വിച്ഛേദിക്കാനല്ല, മറിച്ച് ബന്ധം നിലനിർത്തണം. ഇതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. പക്ഷെ ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു, മഹസുത്തുക്കും യഹൂദ്. റസൂലുള്ളാഹി പറഞ്ഞു, ജൂതന്മാർക്ക് അത് അസൂയാൻ. അങ്ങനെ കൂട്ടുപ്രാർത്ഥന, സമൂഹമായി പ്രാർത്ഥന പാടില്ല, നിർത്തണം. അതുകൊണ്ട് ഇപ്പൊ നോക്ക്, നിങ്ങൾ വന്ന പുത്തനാശയക്കാർ എല്ലാവരും അതിലൊന്നും എന്നില്ല. അതിൽ ജയകനൂരും ജമാഅത്തും മുജാഹിദും തബ്ലീഗും എല്ലാവരും കണക്കാണ്. ഇതേ മരിച്ചിടത്തോതണ്ട, എടുക്കുമ്പോൾ യാസീന് വേണ്ട, കൊണ്ടുപോകുമ്പോൾ ദിക്ർ വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കണ്ട, കബറമ്പുറത്ത് കത്തപ്പുര കെട്ടണ്ട, എല്ലാം തെറ്റാൻ നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? അതൊക്കെ ചില സുന്നി പണ്ഡിതന്മാര് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ആരോ ഉണ്ടാക്കി വെച്ചതാണ്. മുമ്പ്, കുറച്ചു കാലം മുമ്പ് വരെ അങ്ങനെയൊക്കെയാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സുന്നികൾ നടത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം മാലയും മൗലൂദും മെദ്ദാദും റാത്തീബും കുത്തുബിയത്തും മരിച്ചിടത്തുള്ള ഓത്തും എടുക്കുമ്പോൾ യാസ്മീൻ അടക്കം കേരളത്തിലെ ചില മൗലിയാക്കന്മാർ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. ഇപ്പൊ കാര്യം എന്തായാലും ചരിത്രം മാറ്റിക്കുറിച്ച് സീറൂഫിൽ അർള് ഈ ആയത്ത് അന്വർത്ഥമാക്കി ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുസ്സമാൻ, കാലഘട്ടത്തിൽ ഇതിഹാസ നായകൻ കാന്തപുര ഉസ്താദ് ലോകത്ത് കൂടെ കറങ്ങാൻ തുടങ്ങി. മൊറോക്കോ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയില് ചോദ്യം ചെയ്യുന്നിടത്താണെങ്കിലും അവരെ കോടതിയിലെത്തി. അതിന്റെയൊക്കെ പുറമെയാണെങ്കിൽ UAE ഷേഖ് സായിദിന്റെ അരമനയിലെത്തി. പോരാ, ആ ഷേഖ് സായിദിന് മക്കബറയിലെ പ്രാർത്ഥനക്കെത്തി, ഈജിപ്തിലെ സ്റ്റേജിലെത്തി, അമേരിക്കയിലെ ഇസ്ലാമിക് സെന്ററിലെത്തി. എല്ലാ രംഗത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയപ്പോൾ കാന്തപുര ഉസ്താദ് കിട്ടുന്ന ന്യൂസുകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. എന്നിട്ട് വന്ന ലോകാടിസ്ഥാനത്തിലൊക്കെ മഹാന്മാരുടെ
പ്രാർത്ഥനയും മക്ബറയും ജാറങ്ങളും അതുപോലെ എല്ലാ ഏർപ്പാടും നടക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ ഏതായാലും ലോകത്തെവിടെ ഇല്ല എന്നുള്ള വരച്ച് നിർത്തിയിട്ടുണ്ട്. കുറെ ചെറുപ്പക്കാർ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചു. 4 അക്ഷരം ഇംഗ്ലീഷൊക്കെ പഠിച്ച്, അധികമൊന്നും വേണ്ട, കുറച്ച് ഇംഗ്ലീഷ് പഠിച്ച്, അതേപോലെ ലേശം പോക്കറ്റിൽ ചിരിക്കുന്ന ഗാന്ധിജിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് വന്ന്, അതുപോലെ കഴുത്തിലെ വടക്ക് അങ്ങനെ കെട്ടി തുടങ്ങി. എല്ലാം പറയാ ഇനിയിപ്പോ ഈ പഞ്ചത്തെ ശരിയാകൂല. കാരണം എന്താ, വേൾഡ് നോളജും ജനറൽ നോളജും അത്യാവശ്യം കോമൺ സെൻസും ഒക്കെ ഉള്ള ഞാൻ ഈ പഴയവരോട് കൂടെ നിന്നാൽ അതെന്റെ ഗ്രേഡ് കീപ്പ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഇവർ വരുത്തി തീർത്തിനും. ഇപ്പൊ തിരിച്ചാ ഈ അന്തംഗമ്മികളൊപ്പം നിന്നാ എനിക്ക് ശരിയാവില്ല. എന്തുകൊണ്ട്, ലോകം കലക്കി കുടിച്ച കാന്തപുരത്തിന്റെ കൂടെയാണിപ്പോ ഇന്ന് ലോക പ്രശസ്തരായിരിക്കുന്ന പണ്ഡിതന്മാരും അറേബ്യൻ പൗരപ്രമുഖരും നേതാക്കളും ഈ ബിസിനസ്സുകാരും ഏർപ്പാടുകാരും എന്തിനേറെ CBI ഉദ്യോഗസ്ഥന്മാരടക്കപ്പുള്ളത് ഈ പുസ്തകത്തിന്റെ ഒപ്പമാണ്. അല്ല ഏതാവട്ടെ, ഇതിലെ സംഗതി പത്രക്കാര് വിടാതെ കൂടാനുള്ള ഇപ്പം ഓരോ ദിവസം എടുത്തു നോക്കിയാലും. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിന്റെ ഫോട്ടോ പോയിട്ട് ആ ഉസ്താദിന്റെ നിഴൽ പോലും പഴിച്ചിരുന്ന പത്രങ്ങളെടുക്കാം. ഫ്രണ്ട് പേജിലൊക്കെ ഇപ്പൊ ചിരിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ സുസ്മേരവദനായ ചുരുക്കുള്ള ഫോട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമാ. അതുകൊണ്ട് കാലം ചരിത്രം മാറ്റിത്തിരുത്തുകയാ. അതാരാണ്? കാന്തപുരം ആ കർമ്മം ശരിക്കും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് അൽ ആസിമ എന്ന പത്രം, UAE യിൽ ഇറങ്ങുന്ന പത്രം, ഷെയ്ഖ് സായിദും മകൻ ഖലീഫ ബിൻ സായിദും ഒരു ഫോട്ടോ ആണിത്. ഇത് ശരിക്കും കണ്ടില്ലേ നിങ്ങള്? ഷെയ്ഖ് സായിദിന്റെ മയ്യിത്ത് ശരിക്കും പച്ചയൊക്കെ പുതച്ച് ദിക്ർ ചൊല്ലിയിട്ട് കൊണ്ടുപോകുന്ന ഫോട്ടോ പോരാ. ആ ഷെയ്ഖ് സായിദിന്റെ മയ്യിത്ത് കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തെ മറമാടിയ ഖബർസ്ഥാൻ, ആ ഖബർ കണ്ടോ നിങ്ങള്? ശരിക്കും മാർബിളിന്റെ കല്ലിൽ 3 സ്റ്റെപ്പായി 1 അടി ഹൈറ്റിൽ കെട്ടിപ്പൊക്കിയ ഖബർ. മടവൂരല്ല, മമ്പറത്തല്ല, പുത്തമ്പള്ളിയിലെ ഏർവാടി മുത്തുപ്പെട്ട നാഗൂര്, കിഴക്ക് തഞ്ചാവൂർ, പാപ്പൂരല്ല. പിന്നെ വരുമാനത്തിന് വേണ്ടിയും വയറ്റിപ്പഴപ്പിനും വേണ്ടിയല്ല, ഉണ്ടാക്കിയത് UAE യിലാണ്. ഷെയ്ഖ് സായിദിന്റെ ഖബറിടം അവിടെ കേവലം ഒരു ഖബർ ഒഴിവാക്കിയിട്ട് പോവല്ല. വിശാലമായ പരിസരത്ത് കാർപ്പറ്റ് വിരിച്ചത് കണ്ടോ നിങ്ങളോ? ഇതേതാ കാർപ്പറ്റ്? ഏതെങ്കിലുമൊക്കെ നിസ്കാരപ്പള്ളിയിൽ ഉണങ്ങിയ കാർപ്പറ്റ് അല്ല. AP ഉസ്താദ് ഉണ്ടാക്കുന്ന 50 ലക്ഷമൊക്കെ വില വരുന്ന പള്ളിയിൽ വിരിക്കുന്ന വിലവേറിയ കാർപ്പറ്റ്. ഇവിടെ മഞ്ചേരി പള്ളി, കോൺഗ്രസ് പള്ളിയിലൊക്കെ കാർപ്പറ്റ് മോഡൽ, ആ കോലത്തുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള കാർപ്പറ്റാ. ആ കാർപ്പറ്റായി വിരിച്ചിരിക്കുന്നത് എന്ത്? ഈ ഖബറിന്റെ പരിസരത്ത് വന്ന് മുത്ത് മൂമിനുകൾ പ്രാർത്ഥിക്കാനിരിക്കും, ദുആ ചെയ്യാൻ. കേവലം ഫാത്തിഹയും ഇഖ്ലാസും ഓതത്തേക്കാണെങ്കിൽ വേഗം തൂർന്നു പോകും. തബാറക് യാസീൻ ഓതാൻ തിരിഞ്ഞാലോ കൂടുതൽ സമയമെടുക്കും. ഇരുന്നോട്ടെ സുഖമായിട്ട്. കാർപ്പറ്റ് വിരിച്ചതാ. ആരാ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ നിങ്ങളോ? ചുറ്റുഭാഗത്തും കരമുയർത്തിയിട്ട് എല്ലാം ഇമാറാത്തികളാണ്, അറബികൾ. സാധാരണ അറബികളല്ല, ശരിക്കും വട്ടുള്ള അറബികൾ. തലക്ക് വട്ടുകാരുടെ ഭ്രാന്തല്ല, പിന്നെ തലമ ശരിക്കും വട്ട് വെച്ച അറബികൾ. കാരണം നിങ്ങൾ ദുർവ്യാഖ്യാനം ചിലപ്പോൾ നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വട്ടുവെച്ച അറബികൾ അവർ തന്നെ കരമുയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എവിടെ? ഷെയ്ഖ് സായിദിന്റെ ഖബറുംപുറത്ത്. അതുപോരാ, അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അതിനുവേണ്ടി ഖുർആൻ പാരായണം നടന്നു എന്നല്ല, ഇപ്പോഴും നടക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മരിച്ച ടൈം മുതൽ ഈ ടൈം വരെ നിലക്കാത്ത ഖുർആൻ പാരായണം നടക്കുന്ന 2 ഖബർ എൻ്റെ ഓർമ്മയിലുണ്ട്. ഏതാണത്? ഒന്ന് ബഹുമാനപ്പെട്ട ആത്മീയ ആചാര്യനായിരുന്ന കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു സ്വർഗത്തിൽ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ കുണ്ടൂർ ഉസ്താദ് മകൻ കുഞ്ഞു, അള്ളാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ ദർജ ഉയർത്തുമാറാകട്ടെ. ആ കുഞ്ഞുവിന്റെ ഖബർ ആ മറവ് ചെയ്ത സമയം മുതൽ ഇതുവരെ മുടങ്ങാത്ത ഖുർആൻ പാരായണമാണ്. മറ്റൊന്ന് ഷെയ്ഖ് സായിദിന്റെ മക്ബറ, മറവ് ചെയ്ത ഇടം മുതൽ ഈ ടൈം വരെ. അത് സുന്നികൾ മാത്രമല്ല, ചില്ലുംകൂട്ടിന്റെ ഉള്ളിലാണെങ്കിലും ഫാറൂഖ് ഡിഗ്രി എടുത്ത മൗലവിമാരടക്കം, ക്ഷമിക്കണം ഞാൻ പേര് പറഞ്ഞു പോയത് തെറ്റാണെങ്കിൽ, അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ചില്ലുംകൂട്ടിലാകുമ്പോൾ ശിർക്കില്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് സംഭവം പാരായണം നടക്കുന്നത്. ഇല്ലെങ്കിലോ കുഴപ്പമൊന്നുമില്ല. ഓതാൻ മടിച്ചു കഴിഞ്ഞാൽ പതുക്കെ വിളിക്കും, മോനെ താൾ, സദീഖ് താൾ, അസ്സലാമു അലൈക്കും, ആത്തിക്കാമ അടിച്ച ഹുറൂജി കറിയും പള്ളക്കടിക്കും. സ്വാഭാവിക ഓത് തന്നെ, വ്യത്യസ്തരല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇങ്ങനെ ഷെയ്ഖ് സായിദിന്റെ ഖബറും പുറത്ത് ഖുർആൻ പറയാൻ നടത്തുകയാണ്. ഈ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നത് ആത്മീയ തത്വം, റസൂൽ പഠിപ്പിച്ച തത്വം അല്ല. ഇമാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഉന്നതര് ആരാ? അൻസാറുകൾ. ഈ അൻസാറുകൾ എന്ന ഡിഗ്രി അവർക്ക് കൊടുത്തത് ആരാണ്? എ പി ഉസ്താദ് അല്ല,
മറ്റേ പണ്ഡിതന്മാരല്ല. അവരൊക്കെയാണെങ്കിൽ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും നോക്കുക. ഏത് ഡിഗ്രി ആയാലും MBBS ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത സാധനം ഏതാ? ഒറിജിനൽ നന്നായോ ഡ്യൂപ്ലിക്കേറ്റ് ഉറപ്പാവും. എല്ലാ രംഗത്തും റാഡോ വാച്ച് അടക്കം അതിന് ഉദാഹരണമാണ്. ഏത് സാധനമാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഈ അടുത്ത പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു, ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥന്മാർ ഡ്യൂപ്ലിക്കേറ്റുകൾ. എന്താ കഥ? ഏത് ഉദ്യോഗസ്ഥന്മാരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വന്ന ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ്. അതിന്റെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയാണ്. ഉപ്പ് ചതുടിച്ചു പോവുക, അല്ലെങ്കിൽ ഉപ്പ് പിടിച്ചു പോവുക. നിങ്ങള് ചായപ്പടിപ്പത് ചതുടിക്കുക കീഴത്തിന്റെ വാശി പറഞ്ഞാൽ അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഇരിക്കട്ടെ, ഈ അൻസാറുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അല്ലാഹുവാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പേര് നോട്ടീസ് കണ്ടില്ലേ നിങ്ങള്? അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞപ്പത്ത് സഖാഫിന്ന അബൂക്ക് സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്റെ ഡിഗ്രി സഖാഫിയാണ്, സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു ആണ്. ഈ കൊടുത്തതാരാ? അള്ളാഹ് കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടിയ അൻസാറുകൾ അവരേർപ്പാടും താങ്കൾക്കറിയോ? പറയേണ്ടതാരാ? ഞാനല്ല. ഇബ്നു ഖയ്യിം. ആരാ ഇബ്നു ഖയ്യിം? 1.25 രൂപ വില വരുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ നാമകരണ മുജാഹിദിന്റെ പുസ്തകത്തിൽ ഇബ്നു തൈമിയ്യക്ക് ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായി ഇബ്നു തൈമിയ്യയുടെ കൂടെ ജയിൽവാസം അനുഷ്ഠിച്ചു എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമാഅത്തുകാർ മങ്ങിയിരിക്കുന്നേ. ഇബ്നു തൈമിയ്യക്ക് ഒരു കിതാബുണ്ട്, അർറൂഹ് എന്നാണ് അതിന്റെ പേര്. അർറൂഹാണ്. ആ അർറൂഹിൽ കാണാം, കാനത്തിൽ അൻസാറു ഇദാ മാതൽ മയ്യിത്തു യഖ്തലിഫു ഇലാ ഖബരിഹി യഖറൂൽ ഖുർആൻ. പറയാ സ്വഹാബത്ത് ആകുന്ന അൻസാരികളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ കബറം പുറത്തെ കൂളം വെച്ചിട്ട് സ്വഹാബത്ത് പോകും. എന്തിന്? ഖുർആൻ ഓതാൻ. കബറം പുറത്ത് ഓതണം, മരിച്ചവർക്ക് ഓതണം. ഈ ആയത്ത് അവർക്ക് തിരിഞ്ഞില്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സ്വഹാബത്തിനേക്കാൾ തിരിഞ്ഞാൽ അപകടം സംഭവിക്കുന്ന എന്റെ അഭിപ്രായം. രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി കാപ്പറ്റിന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിൽ നിന്ന് അള്ള വരുത്തപ്പെട്ട അൻസാറുകളെ പരിപാടി കബറം പുറത്ത് ഊഴം വെച്ച് ഖുർആനോദലാണ്. ഇത് ശൈഖുദായതിന്റെ കബറം പുറത്ത് ഓടുന്നു. അത് നടന്നപ്പോൾ ചില ആളുകൾക്കൊക്കെ അസ്വാരസ്യങ്ങൾ വന്നു, എതിർപ്പ് വന്നു. ഉടൻ അവിടുത്തെ ഔക്കാഫ് ഒരു ലഘുലേഖ ഇറക്കി. ഇവിടെ വിതരണം നടത്തുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലഘുലേഖയല്ല, ഔദ്യോഗികമായ ലഘുലേഖ. ഇത് കണ്ടോ നിങ്ങൾ? ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ വസാറത്തുൽ അദ്ലി വശൂനുൽ ഇസ്ലാമിയ്യത്തി വൽ ഔഖാഫ് ഹൽ അംദ ഫീ ലംബാത്ത് ബിഖിറാഅത്തിൽ ഖുർആൻ. അവിടുത്തെ UAE-യിലെ ഔക്കാഫ് ഔദ്യോഗികമായി ഇറക്കിയ ലഘുലേഖയാണ് ഇത്. ശൈഖ് സായിദിന്റെ മക്ബറിന്റെ ഫോട്ടോകൾ കൊടുത്ത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമോ? ഇതാണ് ചോദ്യം. മറുപടിയിൽ ഹദീസുണ്ട്, ആയത്തുണ്ട്, 4 മദ്ഹബ് ഇമാമികളെ ഫത്വയുണ്ട്. എല്ലാ ഫത്വക്കും പുറമെ പണ്ഡിതന്മാരെ വേർതിരിച്ച് ഹനഫി, മാലിക്കി തുടങ്ങി ഓരോ പണ്ഡിതന്മാരുടെയും വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഓതണം. ഇസ്ലാമിന്റെ സംസ്കാരം അങ്ങനെയാ. പക്ഷേ ജൂതന്മാർക്ക് സഹിക്കില്ല. അവർ പറയും ഓത്ത് നിർത്തണം. അത് ഈ ഓതുന്നിടത്ത് മാത്രമല്ല, മക്ബറയും. സാധാരണക്കാർ മരിച്ചാൽ ഓർഡിനറി ഖബർ. അവരെ പിന്നീട് പിൻതലമുറക്കാർക്ക് ആവശ്യമില്ല. അതേസമയത്ത് മഹാന്മാരാകുന്ന ആളുകളാണെങ്കിലോ ചരിത്രം നിലനിൽക്കണം, സ്മാരകങ്ങൾ നിലനിൽക്കണം, സ്മരണ നിലനിൽക്കണം. അവരെ മക്ബറയിൽ പുറത്ത് ആളുകൾക്ക് വരാൻ തിരിച്ചറിയാൻ അടയാളം വേണം. അതിനാണ് മക്ബറ. ഉസ്മാൻ മലൂൻ എന്ന സ്വഹാബി മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വഫാത്തായ സ്വഹാബിയ. മരിച്ചപ്പോ എന്താ ഉണ്ടായത് എനിക്കറിഞ്ഞുകൂടാ, ഞാനന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ കാലത്താണ് വഫാത്തായത്. പിന്നെ നമുക്കത് അറിയേണ്ട മാർഗം എന്താണുള്ളത്? ആ കാലഘട്ടത്തിൽ മറവ് ചെയ്ത റിപ്പോർട്ട് ചെയ്ത വല്ല പത്രം ഉണ്ടോ നോക്കണം. ഉണ്ട്. ഏതാ പത്രം? ബുഖാരി. ആ ബുഖാരി റിപ്പോർട്ട് കാണാം, ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ബുഖാരി ഉള്ളത് എന്താ റിപ്പോർട്ട്? ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയുന്നത്, ആ ഉസ്മാൻ മദൂന്റെ ഖബർ എന്ന് പറഞ്ഞാൽ അത് ചാടിക്കടക്കാൻ കഴിയുന്ന ആളുകൾ അവർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാരാ, അല്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയാൻ ഇന്ന അശബ്ദന വസബത്തൻ എന്നാണ് അല്ലദീ യതിബു ഖബർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാർ എന്ന് പറഞ്ഞാൽ ചാട്ടക്കാരായി ഗണിക്കപ്പെടുന്നവർ ഉസ്മാൻ മദ്ഊന്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളുകളാണ്. ഈ ഹദീസ് മർക്കസിൽ 7 ഞാൻ പഠിക്കുമ്പോ വളവണ്ണ 7 തവണ ഞാൻ വന്നത് ഇവിടെ ചിലക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഒരു മൗലവിക്ക് മറുപടിക്ക് അങ്ങനെ അന്ന് ഹദീസ് ഞാൻ എടുത്തു ധരിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊരു മൗലവി വന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ ചാട്ടം പല സൈസ് ഉണ്ട്. ആ ചാട്ടം ലോങ് ജമ്പ് ചാട്ടത്തിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ അത്ത് നീളല്ല ഖബറെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിന്ന് ബുഖാരി ഓതാൻ തുടങ്ങിയിട്ടില്ല, 7ാം ക്ലാസ്സിലാണ്. പിറ്റത്തെ കൊല്ലം എപ്പിസോഡ് എനിക്ക് ബുഖാരി ഓതി തരുന്നത്. ഞാൻ ചെന്നിട്ട് വരുന്നവരോട് ചോദിച്ചു, അവരുടെ തന്നെ കസ്തലാൻ എടുത്തു തന്നു. അതിന് വ്യാഖ്യാന ഗ്രന്ഥമാണ്. മറിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് അങ്ങനെയല്ല. ഐ ബി ഇർത്തിഫാഇഹി.
ഉയരം കൊണ്ട് തന്നെ ഞാൻ ആ കിതാബും താങ്ങി പിടിച്ച് ഇവിടെ വന്നു. അന്ന് ഞാൻ തടിയില്ല, വലിപ്പമില്ല, ഒന്നുമില്ലാത്ത ഇത്രയില്ലാത്ത കാലം കൂട്ടി കൊന്നെക്കാളം വലിയ കിതാബ് ഇട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിലുള്ളത് ബിർത്തിഫാഴുകിയെന്നാണ്. അപ്പൊ ലോങ് ജമ്പ് അല്ല മൗലവി, ഹൈ ജമ്പ് തന്നെ. എന്തുകൊണ്ട്? അത്ര ഉയരത്തിലാണ് കവര് കൊട്ടിപ്പോക്കിയുന്നത്. ഇതാ പഴയ അവിടെ ഞാൻ പറയുന്നത് അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ലോകത്തല്ല. ഇപ്പൊ നോക്കിക്കോ, അഷ്റഫുൽ ഖൽഖിന്റെ ജാറം, ആ ജാറമാണ് ഇക്കാണുന്നത്. ഇത് സുന്നി വോയ്സ് അല്ല, സുന്നത്തല്ല, റിസാലയല്ല, സിറാജ് അല്ല. ഇതല്ല മുസ്ലിമൂൻ എന്ന പത്രം, അറേബ്യൻ രാജ്യങ്ങളിലുള്ള പത്രം. ഈ പത്രത്തിൽ കണ്ടില്ല നിങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മക്ബറ, ഏകദേശം ഈ സ്പീച്ച് സ്റ്റാൻഡ് പോലെ ഉയർന്നു നിൽക്കുന്ന മക്ബറ. ഇപ്പോഴത്തെ സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖ്. ഇപ്പോൾ മജ്ജിന്റെ സീസൺ കഴിഞ്ഞ് ഏകദേശം ഒരു മുഹറം മാസം അവസാനത്തിൽ പോവുക. ഹാജിമാരൊക്കെ തടിയെടുത്തിട്ടുണ്ടാവും, ഉംറ അടിക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരു ഒഴിവിഞ്ഞ സമയ. ആ സമയത്ത് പോയാൽ ബാബു ജിബിലിലൂടെ അങ്ങോട്ട് കടന്ന് സുഫത്തുനൽകായിരുന്ന സ്ഥലത്ത് കൂടെ വന്ന് വെള്ളക്കാർപ്പറ്റി കഴിഞ്ഞു വന്നാൽ ആ സലാം പറയുന്ന ഹോൾസൽ അത് ഇപ്പുറത്തെ ഹോള് ഒന്ന് നോക്കുക. ഒഴിഞ്ഞ് തിരക്കില്ലാതെ നോക്കിയാൽ ശരിക്കും കാണാൻ പട്ടി കുതിച്ചിട്ട് കെട്ടിപ്പൊക്കിയ മക്ബറ. ആരുടെ? റസൂലുള്ളാഹി തങ്ങളുടെ, ഉമറുൽ ഫാറൂഖിന്റെ, ഉസ്മാൻ തങ്ങളുടെ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലത്തുമുണ്ട്. ഇനി അവിടെ സൽത്തനത്ത് ഒമാൻ. ആ ഒമാനിൽ പോയി നോക്കിയാൽ അവിടെ സലാല എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. ആ ടൗണിൽ കാണുന്ന ബോർഡാ ഇത്, ലരീഖുൻ നബി ഇമ്രാൻ. ലരീഖുൻ നബി ഇമ്രാൻ ഒറ്റ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ എടുത്തതാണ്. നീ കോയമാശോടൊക്കെ ചോദിച്ചാൽ കൊല്ലങ്ങളോളം അവിടെ പരസ്യതായതുകൊണ്ട് ഇതിനേക്കാൾ ഒരുപാട് മക്കളുടെ കഥകളൊക്കെ പറയണ്ടാവും. ലരീഖുൻ നബി ഇമ്രാൻ ഗവൺമെന്റ് വെച്ച ബോർഡാണ്. ഇമ്രാനിന്റെ മക്ബറ. ആ ബോർഡ് ഇങ്ങനെ ലക്ഷ്യം ചൂണ്ടുന്ന സ്ഥലത്തിൽ കൂടെ യാത്ര ചെയ്തു. കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു മക്ബറ കണ്ടു. ആ മക്ബറ പോയി നോക്കുമ്പോൾ ഇതാ എത്ര ഇതിന്റെ നീളം, എന്റെ ചെറിയ കാല് കൊണ്ട് അളന്നു നോക്കുമ്പോ 40 അടി നീളം. സുബ്ഹാനല്ലാഹ്. ആ ഇബ്രാഹിമിയുടെ ഖബറ് അവിടെ മുസല്ല വിരിച്ചിട്ടുണ്ട്, പൂവുണ്ട്, ചന്ദനത്തിരിയുണ്ട്. അതിന്റെ ഉയരം കണ്ടില്ലേ നിങ്ങൾ? തരന്റെ പെണ്ണുങ്ങട്ട് കാണുക. ഈ രൂപത്തിൽ മക്ബറ പോരാ, ഒന്നുകൂടെ മുകളിലേക്ക് കയറിയാൽ ജബൽ അയ്യൂബ് എന്നൊരു പർവ്വതമുണ്ട്. അവിടെ അയ്യൂബ് നബിയുടെ പേരിൽ അറിയപ്പെടുന്ന പർവ്വതം. ആ പർവ്വതത്തിന് മുകളിൽ ഒരു മക്ബറ. ഏതാണ് മക്ബറ? കണ്ടോ നിങ്ങൾ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്ബറ. അയ്യൂബ് നബിയുടെ മക്ബറ ആ വലിയ കുന്നിന്റെ മുകളിലാണ്. ഞാൻ പറയുന്നത് ലോകത്തെല്ലായിടത്തുണ്ട്. ഈജിപ്തിൽ ചെന്നാൽ അവിടെ ഇല്ലേ? ഉണ്ട്. ഇത് ആത്മീയ നായകന്മാരുടെ നിത്യ സ്മാരകമാണ്. അവിടുന്ന് ആത്മീയത കിട്ടും. നമുക്ക് ചരിത്രങ്ങൾ ആവർത്തിക്കും. എന്തിനേറെ അഫ്ഗാനിലെ പഴയകാല യുദ്ധത്തിന്റെ ചരിത്രം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലെവിടെ ഉണ്ട്? അവിടെ സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ ചെമ്പട, ആ ചെമ്പടയുടെ മിസൈലുകളും ടാങ്കുകളും ഒക്കെ തങ്ങൾക്കെതിരെ വരുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ ധീരയോദ്ധാക്കള് അവരായുധം എന്തായിരുന്നു? കരിങ്കല്ല് ചീളുകൾ, ഒലീവിന്റെ കൊമ്പുകൾ. പക്ഷേ ആ കരിങ്കൽ ചീളുകൾ ചീരിപ്പാഞ്ഞു വരുന്ന മിസൈലുകൾ ലക്ഷ്യമാക്കി എറിയുമ്പോൾ പാട്രിയറ്റുകളായിട്ട് മാറിയിരുന്നു. അല്ലേ? അവരിങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്ന ടാങ്കുകൾ കുന്നിന്റെ മുകളിൽ കയറി കല്ലുകൾ ഉരുട്ടിവിടുമ്പോൾ മുമ്പിൽ ടാങ്കുമായിട്ട് കൂട്ടിമുട്ടി സ്ഫോടനം നടന്ന വലിയ ബോംബുകളായി മാറിയിരുന്നു. എന്താ അതിന്റെ കാരണം പറഞ്ഞത്? ഖാദിരിയ, ചിശ്തിയ, നഖ്ശബന്ദിയ, ജുഹ്റവർദിയ ത്വരീഖത്തുകൾ ഇജാസത്ത് വാങ്ങിയ ആളുകൾ അവർ മക്ബറയിൽ ചെന്ന് പ്രാർത്ഥന നടത്തി പോകുമ്പോൾ ചരിത്രം മാറ്റിക്കുറിക്കും. 21 നമ്മുടെ ഖിലാഫത്ത് ലഹള നമുക്കറിയാം. എന്തേ ആ ലഹള നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന ബീരങ്കിക്ക് മുമ്പിലേക്ക് വിരിമാറ് കാണിച്ചു കൊടുക്കാൻ മലബാറിലെ മാപ്പിള മക്കൾക്ക് പ്രചോദനമാകിയത് ബദർ മൗലൂദുകളും മങ്കൂസിന്റെ വീരഗാഥകളും. ഇത് രചിച്ചിട്ടല്ലേ രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത്? അഭിമാനമാണ്. ജൂതന്മാർക്കറിയാം തകർക്കണം. ഈ ആത്മീയ നായകന്മാരെ സ്മാരകം നിലനിന്നാൽ, സ്മരണ നിലനിന്നാൽ, മൗലയും മാറി നിലനിന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ശിർക്കാക്കണം, വിദഅത്താക്കണം, തള്ളിമാറ്റി പോയി എവിടെ എത്തിയെന്നറിയ ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീന സിയാറത്തിനടക്കം പ്രാധാന്യമില്ല. ഇല്ല. ആദ്യത്തെ സ്റ്റെപ്പ് നിലനിൽക്ക് പറഞ്ഞ എന്താ? മദീനത്തേക്ക് നിങ്ങൾ പോയിക്കോ, പക്ഷെ ആ പോകുക എന്ന് പറഞ്ഞ പരിപാടി അത് ഹജ്ജിന്റെ കർമ്മത്തിൽ പെട്ടതൊന്നുമല്ല. ആദ്യത്തെ ഡോസാ, ഫസ്റ്റ് ഡോസ്. അങ്ങനെയാണ്. വളരെ ഡോസ് കുറച്ച് 1 by 1 ആയിട്ടാ മാറ്റം. ഇവരെ ഓരോ കർമ്മം എടുത്ത് നോക്കിയാലും ഞാൻ പറഞ്ഞു, ഉപ്പം എതിർക്കുന്ന മാല, മൗലൂദ്, മന്ത്രിച്ചൂതല്, അറബിനെ കുത്തുവ, പെണ്ണുവരാത്ത പള്ളി, 26 ഇതൊക്കെ എല്ലാം പഴയ കാലത്ത് 921 ഇവിടെ മുജാഹിദ് അംഗീകരിച്ചതാണ്. 21 കൂടെയാണ് ഇവരെ രംഗപ്രവേശം ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട്? അവർ തന്നെ ശരിക്കും തുറന്നു പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഇവിടെ ഞങ്ങളില്ലായിരുന്നു, ഞങ്ങളാകെ ഇപ്പോ ദീൻ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയതും യഥാർത്ഥ തൗഹീദും വന്നത് 21 ശേഷമാണ്. ആരെ പറഞ്ഞത്? ഇത് 2003 ഡിസംബർ 26, 28 മലപ്പുറത്ത് നടന്ന മുജാഹിദ് ജില്ലാ സമ്മേളനത്തിന്റെ പദയാത്ര മുദ്രാവാക്യങ്ങളാണ്.
അതിന് വേറെ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ മധുവും ചൊല്ലിയിട്ട് റബീഉൽ അവ്വൽ മാസത്തിൽ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും അങ്ങനെ പ്രവാചകന്റെ മധു കീർത്തനങ്ങളൊക്കെ ചൊല്ലി സിദ്ദീഖുൽ അക്ബർ ഘോഷയാത്ര നടത്തി ഉമർ ഫാറൂഖ് റിപ്പോർട്ട് ചെയ്ത് അരിയാർ കുത്തിക്കുറിച്ചുണ്ടോ എന്താ ചിലപ്പോൾ ചോദിക്കും. ഏത് ബുഖാരിലുണ്ടോ മുസ്ലിമിനുണ്ടോ ഘോഷയാത്ര നടത്തിയത്? അത് ചോദിക്കുന്ന ആൾക്കാർ. ഇതിലോ പദയാത്ര, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടൊരു പദയാത്ര ഉമർ ഫാറൂഖ് നടത്തിയെന്ന് ബുഖാരിയിലുണ്ടോ? ചോദിക്കാൻ നമുക്ക് അല്ല, വേണമെങ്കിൽ ആരോടുമല്ല ഒന്ന് ചോദിച്ചിടാ. ചെന്നിട്ട് പക്ഷേ ഈ പറഞ്ഞത് എന്താ നിങ്ങള് ഒരുപാട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മള് ബദറിൽ കെട്ട് മുദ്രാവാക്യം ഉദരക്കെട്ട് മുദ്രാവാക്യം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തില് നമ്മൾ വിളിക്കേണ്ടി അല്പം പണ്ട് അലിബുലിയും സിദ്ദീഖും ഫാറൂഖും കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മുടെ മുദ്രാവാക്യം അങ്ങനെയാ. അലിബുലിയും തുസ്മാനും സിദ്ദീഖും ഫാറൂഖും കൊളുത്തി തന്നൊരു ദീപശിഖ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം അങ്ങനെ ആരും വിളിച്ചിട്ടില്ല, വിളിച്ചാൻ പാടില്ല. അത് കേട്ടോളി. ധാരാ കെ എം മൗലവി, ഇ കെ മൗലവി, വക്കം മൗലവി, കെ പി മൗലവി, കെ എം മൗലവി, ഇ കെ മൗലവി, വക്കം മൗലവി, കെ പി മൗലവി കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം 30 വെള്ളി കാശിന് വേണ്ടി ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു ഗ്രൂപ്പിനോടാണ് നന്ദ ഗ്രൂപ്പിന്റെ പറിച്ചത്. ആയിക്കോട്ടെ, സംഭവം എന്താണെങ്കിലും നമ്മളെ ദീനേതാണ് അലിബുലി അംജദ് ഉസ്മാനും സിദ്ദീഖും ഫാറൂഖും കെ എം മൗലവി, ഇ കെ മൗലവി, വക്കം മൗലവി, കെ പി മൗലവി. തിരിഞ്ഞില്ലേ പ്രസ്ഥാനത്തിന്റെ വൈപുല്യം? അതിന്റെ ബഹിസ് മനസ്സിലായില്ലേ? എന്നിട്ടോ നീ പറയാ കേട്ടോളൂ. 21 മുതൽക്കിങ്ങോട്ട് ഒന്നിച്ചൊന്നായി അണിചേർന്ന് നമ്മൾ നടത്തിയ തേരോട്ടത്തിൽ കേരള നാട്ടിൽ ഒന്നാകെ തൗഹീദിന്റെ ഖുർആനിന്റെ വെള്ളി വെളിച്ചം ശ്രദ്ധിച്ചു. അപ്പൊ 21 വരെ അവിടെ ചെമ്പിന്റെ ഇരുട്ടേനും 21 ശേഷം വെള്ളിന്റെ വെളിച്ചം കിട്ടി. 21 ശേഷം വെള്ളി വെളിച്ചം സിദ്ധിച്ചു എന്നാ പൊന്നാര ഹബീബുമാരെ. അതിന്റെ ശേഷമൊക്കെ അങ്ങനെ അന്ധകാരമായത് കടക്കുന്നു ഇവിടെ എന്നാ പറഞ്ഞത്. ഞാൻ കുറ്റപ്പെടുത്താനല്ല, വിലയിരുത്താൻ വേണ്ടി പറയുക. പിന്നെ എന്റെ വാക്ക് കേൾക്കുമ്പോൾ കുറ്റപ്പെടുത്തലായി തോന്നുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചങ്കണ്ടുള്ളവർക്ക് വെയിൽ ശക്തിയാകാൻ തോന്നുന്നു പോലെയെന്ന് മാത്രം. പിന്നെ രോഗിനെ കിട്ടിയാൽ ഗുളികയോട് സുഖപ്പെടാൻ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ലേ? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പള്ളം കീറല്ല. ആ വള്ളം ഇങ്ങനെ കീറുമ്പോ കണ്ടില്ലേ BBC ഡോക്ടർ അക്രമിയാ വയറ് കീറുന്നു ആരും പറയില്ല. അത് രോഗസുഖാകാനാ. കുറച്ച് കഴിയുമ്പോൾ തുന്നി കൂട്ടും, പക്ഷെ വേദന പരമാവധി ഇല്ലാതെക്കാൻ അനസ്തേഷ്യം കൊടുക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ചും തീർക്ക് തമാശ പറയുന്നുണ്ട്. ഈ അനസ്തേഷ്യക്കും വേണ്ടിയാണ്. അപ്പൊ നിങ്ങളും കൂട്ടത്തിലൊന്ന് കേട്ടുപോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അനസ്തേഷ്യ വിടുക. അപ്പൊ നീറ്റലിങ്ങനെ പെരുകും, ചിരിക്കുമ്പങ്ങളും ചുരുക്കും, എനിക്കറിയാം. പക്ഷെ ഒക്കെ നമ്മളെ പറ്റിയാണോ പറഞ്ഞ് അങ്ങനെ ആലോചിക്കുമ്പോ നൂറും. അപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോവുകയും ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ശൈലി എടുക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താണ്, ഇങ്ങനെ 21 വരെ ഇവിടെ തൗഹീദില്ല. പിന്നെ മാൽക്കിനാറും കൂട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ശിർക്കാണ്. അതിനുശേഷം വന്നുന്നാ ഈ വന്ന ദീന് പറഞ്ഞു എവിടെ എത്തിയ നിങ്ങള്? ഇത് ഹാജിമാരുടെ പാതയം എഴുതിയത് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി. ഇത് ഹജ്ജ് ഹാജികൾക്ക് ഉണ്ടാക്കി ബുക്ക. ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ പറയും, ഉസ്താദേ ഈ ഹാജിമാർക്കുള്ള ബുക്കൊക്കെ വായിക്കല്ലേ, അതിലൊന്നും ഉണ്ടാകൂലല്ലോ. പിന്നെ ഹജ്ജിന് പോയി വരുമ്പോ പരിഭാഷ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അബലിക്ക പരിഭാഷ ഏതാണ്? ചെറിയ മണ്ടൻ അബ്ദുൽ ഹമീദ് മാറിപ്പോയതാ. ഈ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് അതിന്റെ ഒരു ഖുർആൻ പരിഭാഷ. ഇതിങ്ങനെ ചവറ് പോലെ കൊടുക്കല. ക്രിസ്ത്യാനികളെ ബുക്കും മുജാഹിദിന്റെ ലഘുലേഖി വരുമല്ലേ, ഒരു ലെവലും ഉണ്ടാവില്ല, ആട് കൊടുത്തേക്കലാണ്. പിന്നെ ചിലപ്പോ ചില സ്ഥലത്ത് പോയി ചെല്ലുമ്പോ ഉസ്താദെ ഇവിടെ എന്തൊക്കെയാ കുറെ നിങ്ങൾക്കാണ് വെച്ചും ചിലപ്പം ഞാൻ വായിക്കൊണ്ട് ചെയ്യുന്നത് അടുപ്പിലിട്ടാലും ആരും വായിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് കൊടുക്കല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇങ്ങനെ ജിദ്ദയിലൊരു റൂമിൽ ചെന്നപ്പോ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പൊ വെറുതെ ഇങ്ങനെ എന്നപ്പോ പറഞ്ഞു ഒന്നല്ല അത് അജ്ജിന്റെ ബുക്കാണ്. ആയിക്കോട്ടെ, എന്നാലും വൈദ്യുതി കാർഡ് കിട്ടുമ്പോ 4 മരുന്നെങ്കിലും കിട്ടാതെ കൂല. പേർക്കാർ വായിച്ചു നോക്കാൻ തീരുമാനിച്ചതാ. അങ്ങനെ വായിച്ചു മരുന്നേ ഉള്ളൂ തീരും. തുടക്കം മുതലേ തീര് ഒരുപാട് ഹാജിമാർ കൊടുക്കണ ബുക്കല്ല ഉസ്താദെ, അതിലെന്തുണ്ടാകുമോ? ഞാൻ പറയാ സാധാരണക്കാരായ നിങ്ങള് എന്റെ അജ്ജല്ല മാഷറീത്തെ കാര്യം അതിന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണ്ട. മാഷറീത്തെ കാര്യമാണ് മുഖനക്കീറുണ്ട് എന്നൊക്കെ ഉറപ്പന്നെ. എന്നാൽ ഐറ്റങ്ങൾ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട. എന്തുകൊണ്ട്? അതിന്റെ അടി കൂടിയും തേമ്പും വരും ഓരോന്ന്. കാരണം എന്താ, നിങ്ങള് രണ്ടാള് പറഞ്ഞ മാതിരി കളവ് പറഞ്ഞ് ശീലിച്ചോ മുങ്കറിനക്കീനും പറ്റിക്കുന്നു എന്നില്ലേ? കളവ് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചോ മുങ്കറിനൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ മറവീതൊക്കെ എല്ലാവരും ആൾക്കാരൊക്കെ പറഞ്ഞാൽ മുങ്കറിനൊക്കെ ചോദിക്കാൻ വന്നു. അങ്ങനെ ഇതാ ജാക്കാവ ഇക്കലാക്കാവ അജലസാക്ക അങ്ങനെയാണല്ലോ. പതുക്കെ വന്ന് വിളിച്ചു ഉണർത്തി കണ്ണ് തുറന്നു നോക്കുമ്പോ കാണും മുങ്കറിനക്കീറിനെ. ഉടനെ തന്നെ കണ്ണും തിരുമ്പിയിട്ട് ഉറങ്ങാനും സമയത്ത് ഇപ്പോഴും ചോദിച്ചു പോയിട്ടുള്ളൂ രണ്ടാൾക്കാര്. പിന്നെ നിങ്ങൾ വരിക ആൾക്കാട് പോയി കിട്ടി അറ്റ നിഷ്കളാക്കാരല്ലേ ഇപ്പോഴും ചോദിച്ചിട്ടുള്ള രണ്ടാൾക്കാർ. എന്താ ഇനിയിപ്പോ ചോദിക്കണ്ട വിചാരിച്ചെങ്കിലും
ഇങ്ങനെ വേറെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഈ വിഷം തേക്കുന്ന ആളുകൾ, കളവ് പറയുന്ന ആളുകൾ എവിടെ അവർക്ക് ഉണ്ടാക്കാം. അതിന് ഉദാഹരണം ഇപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ 103-ാമത്തെ പേജ്. അതിൽ ഹാജിമാർക്ക് കൊടുക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങളെപ്പെട്ട നിർദ്ദേശം എന്താ അറിയാം? നിങ്ങൾ മദീനയിലേക്ക് പോകുന്ന ആളുകളോട് വിളിച്ചിട്ട് പറയാം, മദീന സന്ദർശനം ഹജ്ജിന്റെയോ ഉംറയുടെയോ ഭാഗം അല്ല എന്നതാണ് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട വിഷയം. കഴിഞ്ഞ് അതോടുകൂടെ മദീനയോടുള്ള മതിപ്പന്നെ കഴിഞ്ഞു. നമ്മളൊക്കെ ദ്വാരക്കുമെന്നതാർക്ക് അല്ലാഹുമ്മ ബല്ലിഗ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വർസുഖ്നാ സിയാറത റൗളത നബിക്കൽ കരീം. പടച്ച റബ്ബേ, ഞങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിൽ നേർക്ക് നേരെ സലാം പറയുന്ന റസൂലുള്ളാഹ്, ആ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന മദീന നേർക്ക് നേരെ ഒന്ന് കാണാൻ, അവിടത്തോടൊന്ന് സലാം പറയാൻ, അവിടത്തോടൊന്ന് സംഗമിക്കാൻ ഞങ്ങൾക്ക് തുണ ചെയ്യണം അല്ലാഹ്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെയ്തെടുത്ത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് 100 റിയാൽ ബസ്സിന് കൊടുത്തിട്ട് പോകുന്ന രംഗം സുബ്ഹാനല്ലാഹ്. നല്ല അമീറന്മാരുടെ കീല യാത്രയും കൂടെ ആണെങ്കിൽ ആത്മീയത മുറ്റി അവിടെ എത്തുമ്പോഴേക്ക് റസൂലുള്ളാഹ് എന്ന വല്ലാത്ത ആ മനീഷ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഒരുപാട് കണ്ണുനീര് മദീന എത്തുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നൊലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ മദീനയിലെ തിളങ്ങുന്ന വലിയ മുനാരങ്ങളുടെ പ്രകാശം കാണുമ്പോ വികാര വിജൃംഭമായ ഹൃദയങ്ങളോടെ മദീനയിൽ ബസ്സിറങ്ങിയിട്ട് നേരെ ചെന്ന് റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ മുകളിലൂടെ കാണുമ്പോ ചുടുബാഷ്പങ്ങൾ കണ്ണിൽ നിന്നൊഴുകുന്ന പ്രവാചക പ്രേമികൾ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാണ്. പൂർവ്വകാലത്തെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. റസൂലുള്ളാഹിനെ മക്കബറയിൽ ചെന്നിട്ടല്ലേ മാജഫദമുൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രിയൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മളെ കദർ വ്യായാമത്തിന് ആളുകളാണ്, ഉള്ളിലേക്ക് മഹബത്ത് ഇറങ്ങാത്തവരാണ്, റസൂലുള്ളാഹി ആരെന്ന് മനസ്സിലാകാത്തവരാണ്. അല്ലാഹു മനസ്സിന്റെ ഉള്ളിൽ ഹബീബിനോടുള്ള മഹബത്ത് നമുക്കിനി മേറ്റിത്തരട്ടെ. ആഖിറത്തിൽ റസൂലുള്ളാഹിന്റെ ജീവാറുകൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹിച്ചു പോവാണ് ആ റസൂലുള്ളാഹിനെ മക്കബറയിൽ ചെന്ന് ഫി ഹാലത്തിൽ ബൂദി റൂഹി കുന്തു റുസുലുഹ തുകബ്ബിറുൽ അർളനി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ ശിബായി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹദാ ബിഅശഫതി. ഞാൻ വിത്ത് ഓടി വന്നിട്ടുണ്ട്, കൈ ഇങ്ങോട്ട് നീട്ടിത്തരണം, അത് ചുംബിക്കാതെ തിരിക്കൂല. ഈ ചിത്താന്തം പിടിച്ച റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു നോക്കിക്കോ, നിങ്ങൾ എത്ര മഹാന്മാരാണ്. അവർക്ക് റസൂലുള്ളാഹിനെ മാത്രം ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് വന്നു. മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് റസൂലുള്ളാഹി അന്ത്യവിഷമം കേൾക്കുന്ന ആ സമയത്ത് ലക്ഷ്യമിട്ട് കറങ്ങി. ഇപ്പോഴും മദീനയിൽ ചെന്നാൽ തിരക്കോട് തിരക്ക്, റസൂലുള്ളാഹിനെ മുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ. ജൂതന്മാർക്കറിയാം, വഫാത്തായ റസൂലുള്ളാഹിനെ മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നാൽ ആ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ നമ്മുടെ വികലാശങ്ങൾ വരെ പോകില്ല. അതുകൊണ്ട് ആ കണക്ഷൻ തകർക്കണം. പ്രവാചകന്റെ ശവകുടീരം തകർക്കാൻ വേണ്ടി ഒട്ടിവേഷം കൊടുക്കണം. ജൂതന്മാർ പണ്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തിന്? റസൂലുള്ളാഹിന്റെ ഭൗതികമായ ശരീരം അത് തുരങ്കമുണ്ടാക്കി കട്ടുകൊണ്ടുപോകാൻ മുജാഹിദിന്റെ ശബാബിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല കിതാബുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. വിജയിച്ചില്ല. ഇനി ആ റസൂലുള്ളാഹിനെ മനുഷ്യ മനസ്സിൽ നിന്ന് പറിച്ചു നടണം. ഹീനമായ കൃത്യം നടക്കാൻ തുടക്കം ഫസ്റ്റ് ഡോസ് കൊടുക്കുക. മദീനത്തേക്ക് പോകുമ്പോ കാര്യമായിട്ട് മനസ്സിൽ കരുതേണ്ട ഒരു നല്ലൊരു മുറാദുണ്ട്. എന്താണ്? ഇത് ഹജ്ജിന്റെ കർമ്മൊന്നുമല്ല, നല്ല മരുന്നല്ലേ. നീ കേട്ടോളൂ. പിന്നെ എന്തിനാ പോണത്? കേട്ടോളൂ, എന്തിനാ പിന്നെ മദീനത്തേക്ക് പോണത്? മദീന പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം മസ്ജിദുൽ ഹറാമല്ലാത്ത മറ്റു പള്ളികളിൽ വെച്ചുള്ള നമസ്കാരത്തെക്കാൾ 1000 ഇരട്ടി പ്രതിഫലാർഹമാണ്. നോക്കണം നബി വചനം. പ്രസ്തുത പുണ്യം ആഗ്രഹിച്ച്
ഏത് 1000 റക്അത്തിന്റെ പുണ്യം ആഗ്രഹിച്ച് മദീനയിൽ പോകാവുന്നതാണ്. ഒരൊഴിഞ്ഞ പറച്ചില്. ഏത് വേറൊന്നും ചിന്തിച്ചിട്ടല്ല. 1000 റക്അത്തിന്റെ കൂലി കിട്ടും മദീനത്ത് പോയാൽ. പ്രസ്തുത ആ പുണ്യം ആഗ്രഹിച്ച് മദീനയിൽ പോകാവുന്നതാണ്. ഞാൻ പറയാം, വിഡ്ഢിത്തത്തിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ മുജാഹിദ് മൗലവിമാർക്ക് 1ാമത്തെ കൊടുക്കണം. ഇതിലേറെ വലിയ വിഡ്ഢിത്തുണ്ടോ? ഞാൻ പൂങ്കാമത്തിലെ കുഞ്ഞാപ്പൂന്റെ ബുദ്ധി അനുഭവങ്ങൾക്ക് എന്നോട് വെറുപ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ പറയാം, കുഞ്ഞാപ്പൂന്റെ ബുദ്ധിയിലേക്ക് ഇത് ചെയ്യൂല. കുഞ്ഞാപ്പൂ അടക്കം മദീനയിൽ നിന്നും കേട്ടില്ല. അക്ക ഒരു ഉറപ്പാ. എന്തുകൊണ്ട്? ഇത് വിഡ്ഢിത്തങ്ങൾക്ക് മനസ്സിലായോ? മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ച കൂലി എത്ര? 1 ലക്ഷം. മക്കത്തെ പള്ളി നിസ്കരിച്ചാൽ കൂലി 1 ലക്ഷം. മദീനത്തെ പള്ളി നിസ്കരിച്ചാൽ 1000. ഇതിപ്പോ ഞാൻ പറയാ 1000. മക്കത്ത് നിന്ന് മദീനത്തേക്ക് കിലോമീറ്റർ എനിക്ക് കറക്റ്റ് അറിയില്ല. രമാശക്കോ ചിലപ്പോൾ പരിചയമുണ്ടോ? ആ കിലോമീറ്റർ എത്ര? 500 കിലോമീറ്റർ മക്കത്ത് നിന്ന് മദീനത്തേക്ക് 100 റിയാൽ ബസ്സിന് വാങ്ങണേ. പ്രൈവറ്റ് കമ്പനിക്കാർ 100 റിയാൽ ബസ്സിന് വാങ്ങാൻ. 100 റിയാൽ പറഞ്ഞാൽ മോങ്ങത്തെ പൈസ എത്രയായി? 1200 രൂപ അല്ലേ? മോങ്ങത്തെ പൈസ 1200 ആയില്ലേ? ഈ 100 റിയാല് കൊടുത്തിട്ട് 500 കിലോമീറ്റർ യാത്ര ചെയ്ത് വിഷമിച്ചിട്ട് മദീനത്ത് പോവുക. നമുക്ക് പിന്നെ വിഷമല്ല. കാരണം നമുക്ക് കിബിലത്തൈനി, കുബ, പള്ളി, അതേപോലെ മറ്റേ ബദർ, ഇതൊക്കെ ഉണ്ട്. നമുക്ക് അബ്ബൽക്കാവൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറയുന്നത് വിട്ടിട്ട് മനസ്സിലാക്കണം. 1 ലക്ഷം കൂലി കിട്ടുന്ന പള്ളിയിൽ നിന്ന് 100 റിയാൽ ബസ്സിന് കൊടുത്ത് 500 കിലോമീറ്റർ യാത്ര ചെയ്ത് മദീനത്ത് പോവുക. ഇതിന് 1000 റക്അത്തിന്റെ കൂലി കിട്ടാൻ ഭയങ്കര ബുദ്ധിയല്ലേ? 1 ലക്ഷത്തിന്റെ കൂലി ഉപേക്ഷിച്ചിട്ടേ നമ്മളെ കിണാശ്ശേരി അങ്ങാടിയിൽ ഒരു പീടിയുണ്ട്, ഒരു കട. ആ കടയിൽ നിൽക്കാൻ ഒരുത്തനെ വിളിച്ചു. ഒരു മുജാഹിദിന്റെ എന്റെ പ്രവർത്തകരാ. എടോ, ഇവിടെ കടയിൽ നിൽക്കുമോ? നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല, സ്റ്റേഷനറി കടയിൽ എനിക്ക് നിന്ന് പരിചയമുള്ളതാണ്. ആയിക്കോട്ടെ, എത്ര ശമ്പളം തരാ? ശമ്പളം ഞാനിവിടെ മുമ്പ് നിന്നാക്കു കൊടുത്ത 2800. നിനക്ക് വേണമെങ്കിൽ കാലോചിതമായൊരു മാറ്റം, ഒരു 3500 ഉറുപ്പിക തരാം മാസത്തിൽ. 3500 അതിനൊന്നും എന്നെ കിട്ടൂല. കോഴിക്കോട് ടൗണിൽ എന്റെ ഒരു കടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എത്ര ശമ്പളം? അയാൾ ശമ്പളം 1500 തരാറിരിക്കണേ. അതുകൊണ്ട് എന്റെ 3500 ഞാൻ കിണാശ്ശേരി നിൽക്കൂല, 3500 നിൽക്കൂല, 1500 ടൗണിൽ പോവും. ഇവനെ വേഗം കയറ്റിയേക്കണ്ട് ചുരുങ്ങിയത് പൂങ്കളക്കാം അല്ലേ? അല്ലെങ്കിൽ ഉളമാർക്ക് അർജുങ്ങള് സ്വന്തം നാട്ടിൽ യാത്ര ചെയ്യാതെ കിട്ടണം 3500. യാത്ര ചെയ്ത് ഇടങ്ങാറായിട്ട് കോഴിക്കോട് ടൗണിൽ കിട്ടുന്ന 1500. ഏതാ വേണ്ടത്? നിങ്ങൾ ചെറിയ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു നോക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ബുക്ക് വായിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. മക്കത്തെ പള്ളി ഇത് കിട്ടണം 1 ലക്ഷം. അത് ഒഴിവാക്കിയിട്ട് 1000. പക്ഷെ എന്താ, നിങ്ങൾ റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ് ജൂതന്മാരും കിട്ടി പറഞ്ഞപ്പോ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി എഴുതിയതാ സംഭവം. അതാണ് ഇതിൽ ഇപ്പുറത്ത് വരുന്ന അബദ്ധം ചിന്തിച്ചില്ല. ഒട്ടകപ്പക്ഷി തല പൂത്തിയതുപോലെ പോയി മാത്രം ഇവിടെ ചിന്തിച്ച മലയാളപ്പൻ ഞാൻ വായിച്ച്. അതാ ഞാൻ പറഞ്ഞു, പൂങ്കാമത്തിലെ കുഞ്ഞാപ്പൂന്റെ ബുദ്ധിയെങ്കിലും അള്ള കൊടുത്തുക്കണമെങ്കിൽ ബോധ്യപ്പെട്ടില്ലേ? ഇതൊന്നേ. ഇനി പറഞ്ഞു എത്രത്തോളം എത്തിയവര് നിങ്ങള്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന മദീനത്തെ പള്ളി, ആ മദീന പള്ളിയിൽ വെച്ചിട്ടുള്ള നിസ്കാരം പോലും നോക്കിക്കോ ഭാവിയിൽ തെറ്റാക്കും. ഇപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ മദീനത്തേക്ക് ഇവർ കൊണ്ടുപോകണം നോക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുത്ത് ബ്രൈമാഷ് ചെയ്ത് അവസാനം എന്ത് ചെയ്യും? ആ മദീന പള്ളിക്കുള്ള പോക്കനെ നിർത്തും. ഉദാഹരണത്തിന് നോക്കിക്കോ, ഇതിലിങ്ങനെ എഴുതിയിട്ട് പറയാം, ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിമുറ്റത്തോ കിബിലയുടെ ഭാഗത്തോ ആരാധിക്കപ്പെടുന്ന ഖബറുണ്ടെങ്കിൽ, ആരാധിക്കപ്പെടാൻ അവരെ ഭാഷയിൽ എന്താണ്? അവിടെ ചെന്നെടുക്കാൻ ദ്വാരക്ക, കയ്യൊന്തിക്ക മതി. ഈ ഖബറുണ്ടായാൽ മതിയല്ലോ. ഈ ഖബറുണ്ടായാൽ തന്നെ സംഗതി ശിർക്കാണ്. അങ്ങനെയാണെങ്കിൽ അജ്ജ് അതിലും വലിയ ശിർക്ക് വരും. അത് വേറെ വിഷയം. കാരണം മക്കബറിന്റെ ഉള്ളിൽ ഒന്നുണ്ടെങ്കിൽ മനുഷ്യനെങ്കിലും ഉണ്ട് നിൽക്കാം. മക്കാം ഇബ്രാഹിമിന്റെ വേക്കിൽ ഒരു ചുക്കില്ല. ഇബ്രാഹിമിന്റെ കാല് കഴിഞ്ഞ കല്ല. ആ കല്ലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥന കേവലം കയ്യൊന്തിച്ച പ്രാർത്ഥനയല്ല. അക്സാ പോയത്തിന് കൊതുവി വത്തതില്ലേ നിക്കരിച്ചണം കല്ലിന്റെ വേക്കുന്നു. ലൈഫാണ്. ആയത്ത് വൈഫാകോ? ഹദീസനെ വൈഫാകുക. അത് പെട്ടെന്ന് പറഞ്ഞു പോവുക, ശീലിച്ചു വെച്ചത്. ആയത്ത് മക്കാം ഇബ്രാഹിമ മുസല്ലാ നിക്കരിക്കണം. അത് വലിയ ശുർക്കാവും. ഇരിക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് ഞാൻ കിടക്കണില്ല. അതേ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ, ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിമുറ്റത്തോ കിബിലയുടെ ഭാഗത്തോ ആരാധിക്കപ്പെടുന്ന ഖബറുകൾ ഉണ്ടെങ്കിൽ പ്രസ്തുത പള്ളിയിൽ വെച്ച് നമസ്കാരം പോലും അനുവദനീയമല്ല. മദീനത്തെ പള്ളിയിൽ ഖബറുണ്ടോ? ഉള്ളിലാണോ ഖബറ്? ഇനി ഒന്നും കൂടെ വായിക്കുന്നു, ബാക്കി കേട്ടോളൂ. പള്ളിയിൽ ഖബറുണ്ടായിരിക്കെ ആ ഖബറ് പള്ളിക്ക് അകത്തായാലും ഇനി നമസ്കരിക്കുന്നവരുടെ മുന്നിലോ
പിന്നിലോ ഇടത്തോ വലത്തോ എവിടെയായാലും നിസ്കരിക്കുന്ന പള്ളിന്റെ ഉള്ളിൽ കബറുണ്ട്, ഇല്ലെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നവന്റെ മുന്നിലോ പിന്നിലോ ഇടത്തോ വലത്തോ എവിടെയായാലും ശരി അവിടെ വെച്ചുള്ള നമസ്കാരം സ്വഹീഹല്ല. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, മദീനത്തെ പള്ളിന്റെ ഉള്ളിലല്ലേ കബർ കിടക്കുന്നത്? ബാബു ജിബിലിൽ കൂടെ അങ്ങോട്ട് കടന്നാൽ നേരെ ഇടത്തെ സൈഡില് വ്യാഴാഴ്ചക്ക് പോയി നോക്കിയാൽ നല്ല VIP-കളായ അറബികൾ തന്നെ സ്ഥലം പിടിച്ചത് കാണും. നോമ്പ് തുറക്കാൻ കാരക്കയും ഹലുവയും മറ്റുമൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണും. ഈ കാമത്തങ്ങ് വിളിച്ചാൽ നേരെ ഫ്രണ്ട് ഭാഗത്തിൽ ഓർമ്മ ശരിയാണ് എങ്കിൽ 3ഓ 4ഓ സൊഫിൽ സ്ഥലമാവുള്ളത്. അത് കഴിഞ്ഞാൽ 5ാമത്തെ സൊഫ് കെട്ടുന്നത് റസൂലുള്ളാന്റെ ജാറമാണിത്. ഈ ജാറത്തിന്റെ ഇവിടെയാണ് 5ാമത്തെ സൊഫ്. ഈ സൊഫിന്റെ ബാക്കിയോ ഇവിടുന്ന് അങ്ങോട്ടാ ബാക്കിയുള്ളത്. 6ാമത്തെ സൊഫ് ഇവിടെ, 7 ഇവിടെ, 8 ഇവിടെ, 9ാമത്തെ സൊഫ് റസൂലുള്ളാന്റെ മക്ബറിന്റെ പുറകിലാണ്. ശേഷം സുഫത്തിന്റെ അയൽക്കാർ എന്ന സ്ഥലമാണ്. ഞാൻ ചോദിക്കട്ടെ, മദീനത്തെ പള്ളിയിലെ നിസ്കാരം ബാത്തിലോ? അതേ വരണം, ഇങ്ങനത്തെ വിഭാഗം വരണം. അല്ലാഹുവിന്റെ റസൂല് 1400 കൊല്ലങ്ങൾക്കും പറഞ്ഞതാണ്, മുഅ്മിനേ സയകൂനു ഫി ആഖിരിസ് സമാൻ, അവസാന കാലഘട്ടം വരും കേട്ടോ. ദജ്ജാലൂന, മനുഷ്യന്മാരെ ചതിക്കുന്ന, സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിട്ട് ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ദജ്ജാലികൾ വരും. കദ്ദാബൂന, വല്ലാതെ കള് പറയുന്ന ആളുകൾ വരും. അവരെ തെളിവെന്താന്നറിയോ? യൗതൂനക്കും മിനൽ ഹദീഥി, നിങ്ങൾക്ക് അവർ ചില ന്യൂസുകൾ കൊണ്ടുവരും, വർത്തമാനങ്ങൾ കൊണ്ടുവരും. മിനൽ ഹദീഥി ബിമാ ലം തസ്മഉ അൻതും, നിങ്ങൾ ഇക്കാലം വരെ അങ്ങനെ കേട്ടിട്ടില്ല, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല. വല ആബാഉക്കും, നിങ്ങളെ വാപ്പാപ്പമാരും കേട്ടിട്ടില്ല. അങ്ങനത്തെ ന്യൂസുമായിട്ട് വരും. അതെ, മദീന പള്ളിയിലെ നിസ്കാരം ശരിയാകൂലാന്ന് ഈ കാലം വരെ കേട്ടിട്ടില്ല. കബറുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂലാന്ന് നമ്മുടെ വാപ്പമാരും കേട്ടിട്ടില്ല. തറാവീഹിന്റെ റക്അത്ത് മദീനയിലും മക്കയിലും അടക്കം അന്ന് തുടങ്ങി വെച്ച 20 റക്അത്താണ് ഉള്ളതിന് 35 ഹദീസ് വേണ്ട, ഇബ്നു അബീ ശൈബന്റെ ഹദീസ് വേണ്ട. മദീനയിലും മക്കയിലും നടക്കണ നിസ്കാരം തന്നെ. ഇല്ലെങ്കിൽ ആര് കൂട്ടി ബാക്കി 12? എവിടെ നിന്ന് തുടങ്ങിയത്? ആ ഒരൊറ്റ ചോദ്യം മതി. പുറമെ 29 മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിച്ച പാഠവും 20 റക്അത്ത് പഠിപ്പിക്കുമ്പോൾ എവിടെ നിന്ന് വന്നു? പിന്നിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. കേൾക്കാൻ തുടങ്ങി. പ്രവാചകരും സ്വഹാബത്തും ഖുത്ബ നിർവഹിച്ചപ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടേ ഇല്ല. അപ്പൊ പറയും അത് പ്രവാചകന്റെ മാതൃഭാഷയാ, അതുകൊണ്ട് പ്രവാചകനും സ്വഹാബത്തും മാതൃഭാഷയിലല്ലാതെ ഓതിയിട്ടില്ല. എങ്കിൽ അത് സൗദി അറേബ്യയിലല്ലേ മാതൃഭാഷ? കേരളത്തിലും സ്വഹാബത്ത് വന്നല്ലോ, പാകിസ്ഥാനിലും ഉണ്ടല്ലോ, ലോകത്തെ പരഭാഗത്തും ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു നാട്ടില് ഏതെങ്കിലും ഒരു കാലത്ത് 1300 മുൻപ് ഏതെങ്കിലും ഒരു സഹാബി അറബിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ എപ്പോഴെങ്കിലും ഒരു ഖുത്ബ ഓതി എന്ന് ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഇപ്പോൾ ആ പ്രാദേശിക വാർത്തകളാ പണ്ട് കേട്ടിരുന്നത്. ഇപ്പോൾ പ്രാദേശിക വാർത്തകളല്ല, പ്രാദേശിക ഖുത്ബകള് കേൾക്കാൻ തുടങ്ങി. ആ സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ചു വന്നപ്പോൾ ഉണ്ടാക്കിയ പള്ളികളിൽ ഒറ്റ ഒന്നിലും ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഇല്ല. ഇപ്പോൾ 947 ശേഷം ആദ്യമായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് അറ്റാച്ച്ഡ് ആയ പള്ളികൾ നിർമ്മിച്ചു. സലാം അങ്ങോട്ട് പറയുന്നിടത്ത്, മടക്കുന്നിടത്ത്, മരിച്ചതിനടുത്ത് ഹാജരാകുന്നിടത്ത്, പ്രാർത്ഥിക്കുന്നിടത്ത്, തുടർന്ന് നിസ്കരിക്കുന്നിടത്ത്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇസ്ലാമിന്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്നും ഞാൻ പറയുന്നതല്ല, കാന്തപുര ഉസ്താദ് പറയല്ല, പേരോട് പറയല്ല, പൊന്മുട ഉസ്താദല്ല പറയുന്നത്, എം.എ. ഉസ്താദും ചിത്താരി ഉസ്താദും അല്ല പറയുന്നത്. അത് പറയുന്നത് ആരാണ്? റസൂലുള്ളാഹി തങ്ങള. ഈയാക്കും ദയ്യാകും എന്നാലായുന്നുലക്കും വലയത്തിനുലക്കും, നിങ്ങൾ ആഖിറം നഷ്ടപ്പെടാതെ, നരകത്തിൽ കടക്കാതെ, ഫിത്നയിൽ പെടാതെ പരലോകം രക്ഷപ്പെടാൻ നമുക്ക് കഴിഞ്ഞേക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പുതിയ ആശയങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ആ പഴയകാലത്തെ അഹ്ലുസുന്നയുടെ അജയ്യമായ ആദർശം അംഗീകരിച്ച് വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത്
ഇനിയും കൊണ്ടുവന്ന് ഉദ്ദേശിച്ച വിഷയങ്ങൾ കുറെ പറയാൻ ബാക്കിയുണ്ട്. സൗണ്ട് ബോക്സ് വളരെ സമരത്തിലുമാണ്. നാളെയാണെങ്കിൽ എനിക്ക് ഉള്ളത് മറുപടി പ്രസംഗവുമാണ്. അപ്പൊ അതുകൊണ്ട് ലേശ ശബ്ദം സ്റ്റോക്ക് ചെയ്യണമല്ലോ. നേരം വെളുത്ത കുട്ടിയെ കോതി കൊടുക്കണം, ലേശം വെച്ചല്ലാഞ്ഞാലും പറ്റൂല. ഇപ്പൊ അത്യാവശ്യം നമുക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് കുറച്ച് ദിക്റ്. എന്തിനാന്ന് ചോദിച്ചാൽ ഈ പ്രസംഗിക്കുന്ന ഞാന്, അതുപോലെ സംഘടിപ്പിച്ച നിങ്ങള്, കേട്ട ആവശ്യത്തോടെ നിങ്ങള്, നമ്മളൊക്കെ പ്രസ്ഥാനത്ത് സ്നേഹിക്കുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഒരാളുടെയും ഒരു വിഷമമില്ലാതെ സന്തോഷത്തോടു കൂടെ പ്രസംഗിക്കാൻ എനിക്ക് കഴിഞ്ഞു, കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ത്യാഗം സഹിച്ച് കഴിഞ്ഞ ഒരുപാട് നേതാക്കള്, മർഹൂം അണ്ടോൾ ഉസ്താദ്, അല്ലാഹു കബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഓക്കെ ഉസ്താദ്, ചെറുച്ചോർ ഉസ്താദ്, തങ്ങൾ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട വെള്ളിലെ ഫൈസി അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഹൈദർ ഹാജി അടക്കമുള്ള ഒരുപാട് ഉമറാക്കന്മാർ, ഖാലിദ് അടക്കമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ, KTC അബ്ദുൽ ഖാദർ അടക്കമുള്ള ഒരുപാട് രക്തസാക്ഷികൾ, കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് സൂഫിയാക്കൾ, മലപ്പുറത്തെ ബീവിത്താത്ത അടക്കമുള്ള ഉള്ളിൽ നമുക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ചെയ്തു തന്ന ഒരുപാട് സഹോദരിമാർ, ഒരുപാട് ആളുകൾ, അവയിലത്തെ തങ്ങളടക്കമുള്ള സാദാത്യങ്ങളും അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഈ ഞാനും നിങ്ങളും ഒക്കെ മരിക്കേണ്ടവരാ. ഇൻഷാ അല്ലാഹ് പ്രസ്ഥാനം വളരും. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ അർദ്ധചന്ദ്ര നക്ഷത്ര കുംഭാംഗിത ഹരിതവിളക്കും ത്രിവർണ്ണ പതാക പാലിൽ ഉയർന്നു പറക്കും. SSFന്റെ ധർമ്മവിപ്ലവത്തിന്റെ ത്രിവർണ്ണ പതാക വാനിൽ ഉയരും. അതിന്റെ ധർമ്മവിപ്ലവത്തിന്റെ പോരാളികളും സുന്നത്തമാത്തിന്റെ തേരാളികളും ആവേശത്തോടെ സംബന്ധിക്കുന്ന പരിപാടികളൊക്കെ നടക്കുമ്പോ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ആത്മാക്കൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ആ വേദിയിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ ഖബറിലേക്ക് കിട്ടേണ്ടി വരും. അത് കിട്ടണമെങ്കിൽ ഇപ്പൊ മരിച്ച് കബറിൽ കിടക്കുന്നവർക്കും ഒരു ചെറിയ കണക്ഷൻ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ച് ദിക്റ് ചൊല്ലിയിട്ട് എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് ദ്വാരക്കാം. ഇതൊക്കെ ഞാൻ പേര് കിട്ടുന്ന ആളുകളോട് പറഞ്ഞതാ. അതേ സമയത്ത് സാധുവായ എന്നെ പോലുള്ള ആളുകൾക്ക് സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ അതിനുവേണ്ടി അവസരം സൃഷ്ടിച്ച ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകന്മാർ, നോട്ടീസിൽ പേര് വരുന്നവരല്ല, പത്രത്തിൽ അച്ചടിച്ചു കാണുന്നവരല്ല, വലിയ നേതാക്കന്മാരാകുന്നവർ അല്ല. പക്ഷേ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയം. നേതാക്കന്മാർക്ക് ആഹ്വാനത്തിനാണ് കഴിയുന്നത്, പ്രവർത്തിക്കുന്നതിൽ താഴേക്കടയിലെ പ്രവർത്തകരാ. ആത്മാർത്ഥമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ മരിച്ചു പോയിട്ടുണ്ട്. വളവണ്ണയിൽ നിന്ന് അബ്ദുൽ ഗഫൂർ എന്ന പ്രവർത്തകൻ ഞാൻ ഓർക്കുന്നുണ്ട്. അതേപോലെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവർത്തകന്മാർ ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരിച്ചുപോയി. എല്ലാ ആളുകൾക്കും അല്ലാഹു മാഫറത്ത് കൊടുക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്നാണ് പ്രാർത്ഥിക്കാം. കണക്ഷൻ അള്ളാഹുലേക്ക് കൊടുത്ത് കുറച്ച് ദിക്ർ എല്ലാവരും ചെല്ലുക. പിന്നെ സുന്നി പരിപാടി പൂർത്തിയായി എന്ന് തോന്നണമെങ്കിൽ, സൽക്കാരം നടക്കണമെങ്കിൽ ബിരിയാണിയും പായസമൊക്കെ കിട്ടിയാൽ നടക്കും. എന്നാൽ ആൾക്കാർ പോകാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്താ, മലപ്പുറത്തൊക്കെയാണെങ്കിൽ പോകാൻ ചായാന്ന് പറയും. പോണ സമയത്ത് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു ചെറിയ കട്ടൻ അതുണ്ടെങ്കിലേ അത് സൽക്കാരാണ് പൂർത്തിയാവുള്ളൂ. അപ്പൊ അതേപോലെ നമ്മുടെ സുന്നി പരിപാടി പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൈപ്പിരിവ് അത് നമ്മൾ പണ്ടേ തുറന്നു വരുന്നതാണ്. നിങ്ങൾ ആ പോക്കറ്റ് കൊന്നു കൈകൊണ്ടുപോയിട്ട് ഉള്ളത് ബഹുമാനപ്പെട്ട കട്ടിസ്ഥാന്റെ കയ്യിൽ എല്ലാവരും കൊണ്ടുവന്ന് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട്. അതുപോലെ SSFന്റെ ഡിവിഷൻ റാലികൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്, സഹകരിക്കണം. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് പ്രവർത്തനം, SYS, SSF അതൊക്കെ ഒരു കേവലം കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റിവെക്കല. നിങ്ങൾക്കറിയോ, ഇപ്പൊ ഈ അടുത്ത് സൗദി അറേബ്യയിൽ ഒരാളെ ജയിലിൽ പിടിച്ച്, അങ്ങനെ കാര്യമായ കുറ്റത്തിന് തന്നെ പിടിച്ച്, കുറ്റം എന്ന് പറഞ്ഞാൽ ശറയിൽ കുറ്റമല്ല, പക്ഷെ അവിടുത്തെ നിയമത്തിന് വിരുദ്ധ അങ്ങനെ പിടിച്ച് ജയിലിട്ട് ഏതായിരുന്നാലും ഒപ്പുള്ള ആളെ അങ്ങനെ കയറ്റി അയച്ച് ഇയാളെ ലാസ്റ്റ് എംബസിയിൽ നിന്ന് ആളെ വരുത്തി. പാസ്പോർട്ടൊന്നും ഇല്ലാത്ത കേസായതുകൊണ്ട് ലാസ്റ്റ് ഇനി രക്ഷയില്ല, പെട്ടെന്ന് പോകാൻ പറ്റൂല. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫാക്സിലോ മറ്റോ വരുത്തിയിട്ട് നിങ്ങൾ ഇന്ത്യൻ പൗരാണെന്ന് തെളിയിക്കുന്ന രേഖ തന്ന് അങ്ങനെ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടാക്കിയിട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ച് ലാസ്റ്റ്, അല്ലെങ്കിൽ വല്ല രേഖ നിങ്ങളെടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പം ഈ പ്രവർത്തകൻ എന്താ ചെയ്യാ, വെറുതെ ഒന്ന് ഇങ്ങനെ പേഴ്സ് ആൾക്കൊന്ന് മറിച്ചു വെക്കുക. നോക്കുമ്പോ 3 കൊല്ലം മുമ്പുള്ള SSFന്റെ മെമ്പർഷിപ്പ് വെറുതെ. അപ്പൊ ഇതൊന്ന് കൊടുത്തു വെക്ക, ഒരു രക്ഷയിലെ സൗദി അറേബ്യയിലല്ലേ എന്ന് വിചാരിച്ച് ഏതായാലും ആ മെമ്പർഷിപ്പ് ഇത് പറ്റുമെന്ന് വെച്ചു. അത് മതി എന്ന് പറഞ്ഞാൽ ആ മെമ്പർഷിപ്പിനെ വിസ അടിച്ച് ഇവിടെ എത്തിയ പ്രവർത്തകന്മാർ ഈ അടുത്ത കാലത്തുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നൊരു 5 റുപ്യ SYSന്റെ വാങ്ങുമ്പോൾ 10 റുപ്യ SSFന്റെ വാങ്ങുമ്പോൾ നിസ്സാരാക്കി കാണേണ്ടതല്ല. അതൊക്കെ പക്ഷെ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് ഭൗതിക ലോകത്തെ രക്ഷയല്ല. ഇൻഷാ അല്ലാഹ് ആ മെമ്പർഷിപ്പുമായി SYSന് SSFന് പതാകയും പിടിച്ച്
താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകി അവരുടെ പിന്നിൽ ഇൻഷാ അല്ലാഹ് സുഖലോക സ്വർഗത്തിലേക്ക് നമുക്ക് സംഘടനാ ബന്ധുക്കളോടൊപ്പം ഗുരുശിഷ്യ ബന്ധത്തോടെ കുടുംബത്തോടൊപ്പം പോകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും അതുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടെ എല്ലാറ്റും രംഗത്തിറങ്ങണം എന്ന് ഉണർത്തുന്നു. അൽഹംദുലില്ലാഹ്.